നമസ്കാരം. ഏവർക്കും വീണ്ടും സ്വാഗതം. 1869 മെയ് 24 പടിഞ്ഞാറൻ അമേരിക്കയിലെ പുതുതായി സ്ഥാപിച്ച യൂണിയൻ പാസഫിക് റെയിൽപാത കടന്നുപോകുന്ന ഗ്രീൻറിവർ സിറ്റി എന്ന ചെറിയ പട്ടണത്തിന് അതൊരു സാധാരണ ദിനമായിരുന്നില്ല. ആ പൊടിനിറഞ്ഞ തെരുവുകളിലെയും തടികൊണ്ടുണ്ടാക്കിയ കെട്ടിടങ്ങളിലെയും ആളുകൾ പതിവു ജോലികൾ നിർത്തിവെച്ച് ഗ്രീൻ നദിയുടെ കരയിൽ ഒത്തുകൂടിയിരിക്കുന്നു. അവരുടെ കണ്ണുകളിൽ ആകാംക്ഷയും അവിശ്വസനീയതയും ഒരുപോലെ നിഴലിച്ചിരുന്നു. നദിയിൽ നിർത്തിയിട്ടിരിക്കുന്ന 4 ബോട്ടുകളിലായിരുന്നു അവരുടെയെല്ലാം ശ്രദ്ധ. ഒറ്റനോട്ടത്തിൽ സാധാരണ മരബോട്ടുകളാണെന്ന് തോന്നാമെങ്കിലും അവയുടെ ഉറപ്പുള്ള നിർമ്മാണവും അതിൽ നിറച്ചിരിക്കുന്ന സാധനങ്ങളുടെ വൈവിധ്യവും അതൊരു സാധാരണ മീൻപിടുത്ത യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പല്ലെന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഓക്കുമരം കൊണ്ട് നിർമ്മിച്ച ഇരട്ട വാരിയെല്ലുകളുള്ള ഉറപ്പുള്ള 3 വലിയ ബോട്ടുകളും വേഗതയ്ക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഭാരം കുറഞ്ഞ പൈൻമരത്തിൽ തീർത്ത ഒരു ചെറിയ ബോട്ടും. ആ ബോട്ടുകൾക്ക് ചുറ്റും 10 പേരടങ്ങുന്ന ഒരു സംഘം അവസാനവട്ട ഒരുക്കങ്ങളിലായിരുന്നു. അവരുടെ തലവൻ, നീണ്ട താടിയും കനത്ത ശബ്ദവുമുള്ള ഒരാൾ, ശാന്തമായി എന്നാൽ അധികാരത്തോടെ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വലതുകൈ കോട്ടിന്റെ കൈക്കുള്ളിൽ ശൂന്യമായി മടക്കിവച്ചിരിക്കുന്നത് കണ്ടപ്പോൾ കാഴ്ചക്കാരിൽ പലരുടെയും നെറ്റിച്ചുളിഞ്ഞു. അമേരിക്കൻ ആഭ്യന്തര യുദ്ധത്തിൽ ഷൈലോയിലെ രക്തരൂക്ഷിതമായ യുദ്ധക്കളത്തിൽ വച്ച് വലതുകൈ നഷ്ടപ്പെട്ട 35 വയസ്സുകാരനായ മേജർ ജോൺ വെസ്ലി പവൽ ആയിരുന്നു അത്. ഒരു പട്ടാളക്കാരൻ എന്നതിലുപരി അദ്ദേഹം ഒരു കോളേജ് പ്രൊഫസറും ഭൂഗർഭശാസ്ത്രജ്ഞനും പ്രകൃതിശാസ്ത്രത്തിൽ അതീവ തൽപരനുമായിരുന്നു. അന്നത്തെ അമേരിക്കൻ ഭൂപടങ്ങളിൽ പടിഞ്ഞാറ് ഭാഗത്തേക്ക് വിരൽ ചൂണ്ടിയാൽ വലിയൊരു ശൂന്യത കാണാമായിരുന്നു. പര്യവേക്ഷണം ചെയ്യപ്പെടാത്തത്, അൺഎക്സ്പ്ലോർഡ് എന്ന് രേഖപ്പെടുത്തിയ ആ ഭൂപടത്തിലെ വിടവ് നികത്തുക എന്നതായിരുന്നു പവലിന്റെയും സംഘത്തിന്റെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം. അവർ യാത്ര ചെയ്യാൻ പോകുന്ന കൊളറാഡോ നദിയെയും അതിനെ വലയം ചെയ്തു നിൽക്കുന്ന മഹാഗിരികന്ധരങ്ങളെയും കുറിച്ച് അന്നാർക്കും കാര്യമായി ഒന്നും അറിയില്ലായിരുന്നു. കെട്ടുകഥകളും ഭാവനകളും കൊണ്ട് നിറഞ്ഞ ഒരു ലോകമായിരുന്നു അത്. നദി ചിലയിടങ്ങളിൽ അപ്രത്യക്ഷമായി മലകൾക്കടിയിലൂടെ 100 കണക്കിന് മൈലുകൾ ഒഴുകി വീണ്ടും പുറത്തുവരുന്നു. ഭീമാകാരമായ വെള്ളച്ചാട്ടങ്ങളുടെ ശബ്ദം മൈലുകൾക്കപ്പുറം കേൾക്കാം. ആ ഗർത്തങ്ങളിലേക്ക് പ്രവേശിച്ചവർക്കൊന്നും പിന്നീട് പുറംലോകം കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നിങ്ങനെ പലതും. എന്നാൽ ഇത്തരം കഥകളിലെ സാഹസികതയ്ക്കപ്പുറം ശാസ്ത്രീയമായ കണ്ടെത്തലുകൾക്കായിരുന്നു പവൽ പ്രാധാന്യം നൽകിയത്. ഭൂമിശാസ്ത്രം, ഭൗമശാസ്ത്രം, തദ്ദേശീയരായ മനുഷ്യരുടെ ജീവിതരീതികൾ എന്നിവയെക്കുറിച്ച് പഠിക്കുക, ആ പ്രദേശം കൃത്യമായി ഭൂപടത്തിൽ രേഖപ്പെടുത്തുക, ഇതായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം. സംഘത്തിലെ ഓരോരുത്തരും ഓരോ ലോകമായിരുന്നു. പവലിന്റെ സഹോദരൻ വാൾട്ടർ പവൽ ആഭ്യന്തരയുദ്ധത്തിൽ തടവിലാക്കപ്പെട്ട ഒരു മുൻ പട്ടാളക്കാരനായിരുന്നു. യുദ്ധത്തിന്റെ ഭീകരതകൾ അയാളെ ഒരു നിശബ്ദനാക്കി മാറ്റിയിരുന്നു. എന്നാൽ ഏത് അപകടത്തെയും കൂസലില്ലായ്മയോടെ നേരിടാനുള്ള ധൈര്യം അയാൾക്കുണ്ടായിരുന്നു. ജെ.സി. സംനർ മിസിസിപ്പി താഴ്വരയിലും റോക്കി പർവ്വതനിരകളിലും ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ള ഒരു അനുഭവസമ്പന്നനായ സാഹസികനായിരുന്നു. കൊടും ശൈത്യത്തിൽ മഞ്ഞുമൂടിയ റോക്കി പർവ്വതനിരകൾ തനിച്ചു മുറിച്ചുകടന്ന അനുഭവം അയാൾക്കുണ്ടായിരുന്നു. വില്യം ഡൺ ഒരു വേട്ടക്കാരനും പരിസ്ഥിതിയെ സ്വന്തം കൈവെള്ള പോലെ അറിയുന്നവനുമായിരുന്നു. ഒ.ജി. ഹൗലൻഡ് ഒരു പ്രിന്ററും പത്രപ്രവർത്തകനുമായിരുന്നു. സാഹസികതയോടുള്ള അടങ്ങാത്ത ഇഷ്ടമാണ് അയാളെ ഈ യാത്രയുടെ ഭാഗമാക്കിയത്. അദ്ദേഹത്തിന്റെ സഹോദരൻ സെനേക്ക ഹൗലൻഡ് ശാന്തനും സൗമ്യനുമായ ഒരു ചെറുപ്പക്കാരനായിരുന്നു. സംഘത്തിലെ മറ്റ് അംഗങ്ങളായ ഫ്രാങ്ക് ഗുഡ്മാൻ, ആൻഡ്രൂ ഹാൾ, ജോർജ് ബ്രാഡ്ലി, ബില്ലി ഹോക്കിൻസ് എന്നിവരെല്ലാം സാഹസികതയും അമേരിക്കയുടെ അറിയപ്പെടാത്ത ഭാഗങ്ങൾ കണ്ടെത്താനുള്ള അടങ്ങാത്ത ആഗ്രഹവും ഒരുപോലെ പങ്കുവച്ചവരായിരുന്നു. ഏകദേശം 10 മാസത്തേക്കുള്ള ഭക്ഷണസാധനങ്ങൾ, മാവ്, ഉണക്കിയ മാംസം, പയറുവർഗ്ഗങ്ങൾ, കൂടാതെ വസ്ത്രങ്ങൾ,
ശാസ്ത്രീയ ഉപകരണങ്ങളായ ബാരോമീറ്ററുകൾ, തെർമോമീറ്ററുകൾ, സെക്സ്റ്റന്റുകൾ, ആയുധങ്ങൾ, വെടിമരുന്ന്, ബോട്ടുകൾ കേടുവന്നാൽ നന്നാക്കാനുള്ള ഉപകരണങ്ങൾ വരെ അവർ കരുതിയിരുന്നു. ഏതെങ്കിലും ഒരു ബോട്ട് അപകടത്തിൽപ്പെട്ടാൽ പോലും യാത്ര തുടരാൻ സാധിക്കണം എന്ന ചിന്തയിൽ അവർ തങ്ങളുടെ കൈവശമുള്ളതെല്ലാം 4 ബോട്ടുകളിലായി വിഭജിച്ചുവെച്ചു. ഒടുവിൽ യാത്രയ്ക്കുള്ള സമയമായി. തങ്ങളുടെ ചെറിയ പതാകയുയർത്തി തീരത്തുനിന്നും ബോട്ടുകൾ തള്ളി നീക്കിയപ്പോൾ കരയിൽ നിന്ന ജനക്കൂട്ടം അവർക്ക് യാത്രാമംഗളങ്ങൾ നേർന്നു. അതായിരുന്നു ആ ചരിത്രയാത്രയുടെ തുടക്കം. അമേരിക്കയുടെ ഭൂപടത്തിലെ അവസാനത്തെ ശൂന്യമായിടത്തിലേക്ക്, മഹത്തായ അജ്ഞാതം എന്ന് പവൽ വിശേഷിപ്പിച്ച ആ ലോകത്തിലേക്ക് അദ്ദേഹവും സംഘവും തങ്ങളുടെ യാത്ര ആരംഭിക്കുകയായിരുന്നു. ആദ്യത്തെ കുറച്ചു ദിവസങ്ങൾ യാത്ര താരതമ്യേന ശാന്തമായിരുന്നു. നദിയിലെ ഒഴുക്ക് വേഗതയുള്ളതായിരുന്നെങ്കിലും വലിയ അപകടങ്ങളൊന്നുമുണ്ടായിരുന്നില്ല. ഇടയ്ക്ക് മണൽത്തിട്ടകളിൽ ബോട്ടുകൾ ഉറച്ചുപോകുമ്പോൾ എല്ലാവരും വെള്ളത്തിലിറങ്ങി അവയെ തള്ളി നീക്കേണ്ടി വന്നു. ഒരിക്കൽ ഒരു പാറയിലിടിച്ച് ഒരു തുഴ ഒടിഞ്ഞുപോവുകയും തുടർന്നുണ്ടായ ആശയക്കുഴപ്പത്തിൽ മറ്റ് 2 തുഴകൾ നഷ്ടപ്പെടുകയും ചെയ്തു. പക്ഷേ അതൊന്നും അവരുടെ ആത്മവിശ്വാസത്തെ കെടുത്തിയില്ല. യാത്ര പുരോഗമിക്കുമ്പോൾ നദിയുടെ ഇരുവശവുമുള്ള ഭൂപ്രകൃതി മാറാൻ തുടങ്ങി. പുൽമേടുകൾക്ക് പകരം കാറ്റും മഴയും കാലവും ചേർന്ന് കൊത്തിയെടുത്ത വിചിത്രമായ രൂപങ്ങളുള്ള പാറക്കെട്ടുകൾ പ്രത്യക്ഷപ്പെട്ടു. ചാരനിറത്തിലും ചുവപ്പിലും തവിട്ടുനിറത്തിലുമുള്ള മണൽക്കല്ലുകളും ഷെയിൽ പാളികളും ഒന്നിനു മുകളിലൊന്നായി അടുക്കിവച്ചതുപോലെ. സസ്യങ്ങളോ മണ്ണോ ഇല്ലാത്ത വിജനമായ ഒരു പ്രദേശം. പവൽ ആ ദിവസത്തെക്കുറിച്ച് തന്റെ ഡയറിയിൽ ഇങ്ങനെ കുറിച്ചു: തരിശായ ഒരു ശൂന്യത എന്റെ മുന്നിൽ നീണ്ടുകിടക്കുന്നു. എന്നിട്ടും ഈ ദൃശ്യത്തിന് ഒരു സൗന്ദര്യമുണ്ട്. വാസ്തുവിദ്യാ രൂപങ്ങളെ അനുകരിക്കുന്ന വിചിത്രവും എന്നാൽ ഭയാനകവുമായ ശില്പങ്ങൾ. പാറകളുടെ തിറക്കമാർന്നതും വൈവിധ്യപൂർണവുമായ നിറങ്ങൾക്കൊപ്പം ചേർന്ന് പച്ചപ്പു നിറഞ്ഞ കുന്നുകളിൽ ജീവിക്കുന്ന ഒരാൾക്ക് സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്ത ഒരു കാഴ്ചയൊരുക്കുന്നു. അന്നു വൈകുന്നേരം സൂര്യൻ അസ്തമിക്കാൻ 2 മണിക്കൂർ ബാക്കിയുള്ളപ്പോൾ അവർ ഒരു ഉയർന്ന കുന്നിൻ ചെരിവിൽ ക്യാമ്പ് ചെയ്തു. പവൽ ആ കുന്നിൻ മുകളിലേക്ക് കയറി. അവിടെ നിന്നുകൊണ്ട് ചുറ്റും നോക്കിയപ്പോൾ അദ്ദേഹം കണ്ട കാഴ്ച അതിമനോഹരമായിരുന്നു. താഴ്വരകളിലും മലയിടുക്കുകളിലും ഇരുണ്ട നിഴലുകൾ വീണുകിടക്കുന്നു. ദൂരെ തെക്കുഭാഗത്തായി വീണ്ട പർവ്വതനിരകൾ ഒരു നീണ്ട നിര പോലെ ആകാശത്തേക്ക് തലയുയർത്തി നിൽക്കുന്നു. മഞ്ഞുമൂടിയ കൊടുമുടികൾ ഉരുകിയ വെള്ളിത്തടാകങ്ങൾ പോലെ തിളങ്ങുന്നു. പൈൻമരക്കാടുകൾ കടും പച്ചനിറത്തിൽ കാണപ്പെട്ടു. ഉയരങ്ങളും മേഘങ്ങളും പർവ്വതങ്ങളും മഞ്ഞുമലകളും വനങ്ങളും പാറക്കെട്ടുകളും എല്ലാം ചേർന്ന് ഒരു വലിയ കാഴ്ചയായി മാറി. സൂര്യൻ അസ്തമിച്ചപ്പോൾ പവൽ ക്യാമ്പിലേക്ക് മടങ്ങി. പിറ്റേന്ന് മെയ് 25 അവർ അതിരാവിലെ യാത്ര തുടർന്നു. 9 മണിയോടെ ഒരു ചരൽത്തിട്ടയിൽ ബോട്ടുകൾ ഉറച്ചു. എല്ലാവരും വെള്ളത്തിലിറങ്ങി ഏറെ പണിപ്പെട്ട് ബോട്ടുകൾ തള്ളി നീക്കി. അപ്പോഴേക്കും മഴ പെയ്യാൻ തുടങ്ങി. നനഞ്ഞും തണുത്തും തളർന്നും അവർ അടുത്തുള്ള ഒരു കോട്ടൺ വുഡ് മരക്കൂട്ടത്തിനരികിൽ ബോട്ടടുപ്പിച്ചു. അവിടെ തീ കൂട്ടി ഒരു കപ്പ് കാപ്പി കുടിച്ചപ്പോൾ എല്ലാവർക്കും ആശ്വാസമായി. മേഘങ്ങൾ മാറിയപ്പോൾ അവർ വീണ്ടും യാത്ര തുടർന്നു. കുറച്ചകരെയായി വലതുവശത്തുള്ള ഒരു പാറക്കെട്ടിൽ ഒരു കൂട്ടം മലയാടുകളെ അവർ കണ്ടു. ബോട്ടുകൾ നിശബ്ദമായി കരയ്ക്കടുപ്പിച്ച് 2-3 പേർ അവയെ വേട്ടയാടാനായി പോയി. 2-3 മണിക്കൂറിനു ശേഷം അവർ മടങ്ങിയെത്തിയത് ഒരു തടിച്ച കുഞ്ഞാടുമായിട്ടായിരുന്നു. വേട്ടയിൽ പരാജയപ്പെട്ട മറ്റുള്ളവർ അയാൾക്ക് അതിനെ ചത്തുകിട്ടിയതാണെന്ന് പറഞ്ഞ് കളിയാക്കിയെങ്കിലും താമസിയാതെ അത് പാചകം ചെയ്യപ്പെടുകയും എല്ലാവരും ചേർന്ന് ആ 4 മണി അത്താഴം ആസ്വദിക്കുകയും ചെയ്തു. വീണ്ടും യാത്ര തുടർന്നു. ബ്ലാക്സ് ഫോർക്ക് എന്ന ചെറിയൊരു നദി ഗ്രീൻ നദിയിലേക്ക് ചേരുന്ന ഭാഗം കടന്ന് അവർ അന്ന് രാത്രി ക്യാമ്പ് ചെയ്തു. ദിവസങ്ങൾ കടന്നുപോകുമ്പോൾ കൊളറാഡോ നദീതടത്തിന്റെ യഥാർത്ഥ സ്വഭാവം അവർക്കു മുന്നിൽ അനാവരണം ചെയ്യപ്പെടുകയായിരുന്നു. ഈ നദി കേവലം ഒരു ജലപാതയായിരുന്നില്ല. ആയിരക്കണക്കിന് വർഷങ്ങളായി മഞ്ഞുമൂടിയ പർവ്വതങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച് പാറക്കെട്ടുകളിലൂടെയും സമതലങ്ങളിലൂടെയും ഒഴുകി ഒടുവിൽ ഗൾഫ് ഓഫ് കാലിഫോർണിയയിലെത്തുന്ന ഒരു മഹാനദിയായിരുന്നു അത്. അതിന്റെ യാത്രയിൽ അത് ഭൂമിയുടെ ഉപരിതലത്തെ കീറിമുറിച്ച് ആയിരക്കണക്കിന് അടി താഴ്ചയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഗിരിഗന്ധരങ്ങൾ, അതായത് കാനിയനുകൾ സൃഷ്ടിച്ചിരുന്നു. പിറ്റേന്ന് മെയ് 25
അവർ അതിരാവിലെ യാത്ര തുടർന്നു. 9 മണിയോടെ ഒരു ചരൽത്തിട്ടയിൽ ബോട്ടുകൾ ഉറച്ചു. എല്ലാവരും വെള്ളത്തിലിറങ്ങി ഏറെ പണിപ്പെട്ട് ബോട്ടുകൾ തള്ളി നീക്കി. അപ്പോഴേക്കും മഴ പെയ്യാൻ തുടങ്ങി. നനഞ്ഞും തണുത്തും തളർന്നും അവർ അടുത്തുള്ള ഒരു കോട്ടൺവുഡ് മരക്കൂട്ടത്തിനരികിൽ ബോട്ടടുപ്പിച്ചു. അവിടെ തീ കൂട്ടി ഒരു കപ്പ് കാപ്പി കുടിച്ചപ്പോൾ എല്ലാവർക്കും ആശ്വാസമായി. മേഘങ്ങൾ മാറിയപ്പോൾ അവർ വീണ്ടും യാത്ര തുടർന്നു. കുറച്ചകലെയായി വലതുവശത്തുള്ള ഒരു പാറക്കെട്ടിൽ ഒരു കൂട്ടം മലയാടുകളെ അവർ കണ്ടു. ബോട്ടുകൾ നിശ്ശബ്ദമായി കരയ്ക്കടുപ്പിച്ച് 2-3 പേർ അവയെ വേട്ടയാടാനായി പോയി. 2-3 മണിക്കൂറിനു ശേഷം അവർ മടങ്ങിയെത്തിയത് ഒരു തടിച്ച കുഞ്ഞാടുമായിട്ടായിരുന്നു. വേട്ടയിൽ പരാജയപ്പെട്ട മറ്റുള്ളവർ അയാൾക്ക് അതിനെ ചത്തുകിട്ടിയതാണെന്ന് പറഞ്ഞ് കളിയാക്കിയെങ്കിലും താമസിയാതെ അത് പാചകം ചെയ്യപ്പെടുകയും എല്ലാവരും ചേർന്ന് ആ 4 മണി അത്താഴം ആസ്വദിക്കുകയും ചെയ്തു. വീണ്ടും യാത്ര തുടർന്നു. ബ്ലാക്സ് ഫോർക്ക് എന്ന ചെറിയൊരു നദി ഗ്രീൻ നദിയിലേക്ക് ചേരുന്ന ഭാഗം കടന്ന് അവർ അന്ന് രാത്രി ക്യാമ്പ് ചെയ്തു. ദിവസങ്ങൾ കടന്നുപോകുമ്പോൾ കൊളറാഡോ നദീതടത്തിന്റെ യഥാർത്ഥ സ്വഭാവം അവർക്ക് മുന്നിൽ അനാവരണം ചെയ്യപ്പെടുകയായിരുന്നു. ഈ നദി കേവലമൊരു ജലപാതയായിരുന്നില്ല. ആയിരക്കണക്കിന് വർഷങ്ങളായി മഞ്ഞുമൂടിയ പർവ്വതങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച് പാറക്കെട്ടുകളിലൂടെയും സമതലങ്ങളിലൂടെയും ഒഴുകി ഒടുവിൽ ഗൾഫ് ഓഫ് കാലിഫോർണിയയിൽ എത്തുന്ന ഒരു മഹാനദിയായിരുന്നു അത്. അതിന്റെ യാത്രയിൽ അത് ഭൂമിയുടെ ഉപരിതലത്തെ കീറിമുറിച്ച് ആയിരക്കണക്കിനടി താഴ്ചയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഗിരികന്ധരങ്ങൾ, അതായത് കാനിയനുകൾ സൃഷ്ടിച്ചിരുന്നു. പിറ്റേന്ന് മെയ് 25-ന് അവർ അതിരാവിലെ യാത്ര തുടർന്നു. 9 മണിയോടെ ഒരു ചരൽത്തിട്ടയിൽ ബോട്ടുകൾ ഉറച്ചു. എല്ലാവരും വെള്ളത്തിലിറങ്ങി ഏറെ പണിപ്പെട്ട് ബോട്ടുകൾ തള്ളി നീക്കി. അപ്പോഴേക്കും മഴ പെയ്യാൻ തുടങ്ങി. നനഞ്ഞും തണുത്തും തളർന്നും അവർ അടുത്തുള്ള ഒരു കോട്ടൺവുഡ് മരക്കൂട്ടത്തിനരികിൽ ബോട്ടടുപ്പിച്ചു. അവിടെ തീ കൂട്ടി ഒരു കപ്പ് കാപ്പി കുടിച്ചപ്പോൾ എല്ലാവർക്കും ആശ്വാസമായി. മേഘങ്ങൾ മാറിയപ്പോൾ അവർ വീണ്ടും യാത്ര തുടർന്നു. കുറച്ചകലെയായി വലതുവശത്തുള്ള ഒരു പാറക്കെട്ടിൽ ഒരു കൂട്ടം മലയാടുകളെ അവർ കണ്ടു. ബോട്ടുകൾ നിശ്ശബ്ദമായി കരയ്ക്കടുപ്പിച്ച് 2-3 പേർ അവയെ വേട്ടയാടാനായി പോയി. 2-3 മണിക്കൂറിനു ശേഷം അവർ മടങ്ങിയെത്തിയത് ഒരു തടിച്ച കുഞ്ഞാടുമായിട്ടായിരുന്നു. വേട്ടയിൽ പരാജയപ്പെട്ട മറ്റുള്ളവർ അയാൾക്ക് അതിനെ ചത്തുകിട്ടിയതാണെന്ന് പറഞ്ഞ് കളിയാക്കിയെങ്കിലും താമസിയാതെ അത് പാചകം ചെയ്യപ്പെടുകയും എല്ലാവരും ചേർന്ന് ആ 4 മണി അത്താഴം ആസ്വദിക്കുകയും ചെയ്തു. വീണ്ടും യാത്ര തുടർന്നു. ബ്ലാക്സ് ഫോർക്ക് എന്ന ചെറിയൊരു നദി ഗ്രീൻ നദിയിലേക്ക് ചേരുന്ന ഭാഗം കടന്ന് അവർ അന്ന് രാത്രി ക്യാമ്പ് ചെയ്തു. ദിവസങ്ങൾ കടന്നുപോകുമ്പോൾ കൊളറാഡോ നദീതടത്തിന്റെ യഥാർത്ഥ സ്വഭാവം അവർക്ക് മുന്നിൽ അനാവരണം ചെയ്യപ്പെടുകയായിരുന്നു. ഈ നദി കേവലമൊരു ജലപാതയായിരുന്നില്ല. ആയിരക്കണക്കിന് വർഷങ്ങളായി മഞ്ഞുമൂടിയ പർവ്വതങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച് പാറക്കെട്ടുകളിലൂടെയും സമതലങ്ങളിലൂടെയും ഒഴുകി ഒടുവിൽ ഗൾഫ് ഓഫ് കാലിഫോർണിയയിൽ എത്തുന്ന ഒരു മഹാനദിയായിരുന്നു അത്. അതിന്റെ യാത്രയിൽ അത് ഭൂമിയുടെ ഉപരിതലത്തെ കീറിമുറിച്ച് ആയിരക്കണക്കിനടി താഴ്ചയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഗിരികന്ധരങ്ങൾ, അതായത് കാനിയനുകൾ സൃഷ്ടിച്ചിരുന്നു. എന്താണ് ഒരു കാനിയൻ? പവൽ അതിനെ ലളിതമായി വിവരിക്കുന്നുണ്ട്. ഒരു നദിയുടെ ഉറവിടം മഞ്ഞുമൂടിയ പർവ്വതങ്ങളിലാണെന്ന് കരുതുക. അവിടെ നിന്നുള്ള ജലം താഴേക്കൊഴുകി വരണ്ട സമതലങ്ങളിലൂടെ കടന്നുപോകുന്നു. ആ സമതലങ്ങളിൽ മഴ പെയ്യുന്നില്ലെങ്കിൽ ചുറ്റുമുള്ള പ്രദേശം കാറ്റിലും വെയിലിലും ഏറ്റ് പതിയെ ദ്രവിക്കുമ്പോൾ നദി അതിന്റെ ശക്തി കൊണ്ട് അതിവേഗത്തിൽ താഴേക്ക് കുഴിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ചുറ്റുമുള്ള ഭൂപ്രദേശത്തേക്കാൾ വളരെ വേഗത്തിൽ നദി അതിന്റെ പാത താഴ്ത്തിക്കൊണ്ടേയിരിക്കും. ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് നദി ഒഴുകുന്നത് ആയിരക്കണക്കിന് അടി താഴ്ചയിലുള്ള ഒരു ഗർത്തത്തിലൂടെയായിരിക്കും. ഉറപ്പുള്ള പാറകളുടെ അത്വസ്നെ ചുവരുകളാൽ ചുറ്റപ്പെട്ട ആ ഗർത്തങ്ങളെയാണ് കാനിയനുകൾ എന്ന് വിളിക്കുന്നത്. കൊളറാഡോയും അതിന്റെ പോഷക നദികളും ചേർന്ന് അത്തരത്തിലുള്ള ആയിരക്കണക്കിന് കാനിയനുകളുടെ ഒരു ശൃംഖല തന്നെ സൃഷ്ടിച്ചിരുന്നു. മെയ് 27-ന് മഴയുള്ളൊരു ദിവസമായിരുന്നു. യാത്രാസംഘം തങ്ങളുടെ കേടുവന്ന ഒരു ബാരോമീറ്റർ നന്നാക്കാനായി ആ ദിവസം ഉപയോഗിച്ചു. ന്യൂയോർക്കിൽ നിന്ന് കൊണ്ടുവരുന്ന വഴിക്ക് പൊട്ടിയതായിരുന്നു അത്. ഒരു പുതിയ ഗ്ലാസ് ട്യൂബിൽ മെർക്കുറി നിറയ്ക്കുക എന്നത് അതീവ ശ്രദ്ധയാവശ്യമുള്ള ജോലിയായിരുന്നു.
കുറച്ചുകുറച്ചായി മെർക്കുറി ഒഴിച്ച് ഓരോ തവണയും അതൊരു സ്പിരിറ്റ് ലാമ്പിന് മുകളിൽ വെച്ച് തിളപ്പിച്ച് ഗ്ലാസ് പൊട്ടാതെ ആ ജോലി അവർ പൂർത്തിയാക്കി. പർവ്വതങ്ങളുടെ ഉയരമളക്കാൻ അവർ വീണ്ടും സജ്ജരായി. മെയ് 29-ന് പവലും സംഘത്തിലെ ബ്രാഡ്ലിയും നദി മുറിച്ചു കടന്ന് 1000-ലധികം അടി ഉയരമുള്ള ഒരു കുന്നിൻ മുകളിലേക്ക് കയറി. അവിടെ നിന്ന് താഴേക്ക് നോക്കിയപ്പോൾ മനോഹരമായൊരു വളവിലൂടെ നദി ഒഴുകിപ്പോകുന്നത് അവർ കണ്ടു. പടിഞ്ഞാറോട്ട് നോക്കിയപ്പോൾ ഹെൻട്രീസ് ഫോർക്ക് എന്ന ചെറിയ നദിയുടെ താഴ്വര കാണാമായിരുന്നു. ഒരു കാലത്ത് വേട്ടക്കാരും കച്ചവടക്കാരും ഇന്ത്യൻ ഭാര്യമാരുമായി താമസിച്ചിരുന്ന ഒരു പ്രദേശമായിരുന്നു അത്. അവരിൽ പ്രശസ്തനായ ജോൺ ബേക്കറിന്റെ വീട് അവിടെ നിന്ന് കാണാമായിരുന്നു. അങ്ങനെ ഗ്രീൻ റിവർ സിറ്റിയിൽ നിന്ന് 62 മൈലുകൾ പിന്നിട്ട് അവർ യാത്രയിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട കവാടത്തിലേക്ക് എത്തിച്ചേർന്നു. വർണ്ണപ്പകിട്ടാർന്ന ചുവന്ന പാറക്കെട്ടുകളാൽ നിർമ്മിതമായ ആ കവാടം ദൂരെ നിന്നേ കാണാമായിരുന്നു. ആ പ്രവേശന കവാടത്തിന് പവൽ പേരിട്ടു ഫ്ലെയിമിംഗ് ഗോർജ് അഥവാ ജ്വലിക്കുന്ന ഗിരികന്ധരം. ആ കവാടത്തിനുള്ളിലെ പാറക്കെട്ടുകൾക്ക് ഏകദേശം 1200 അടി ഉയരമുണ്ടായിരുന്നു. അജ്ഞാതമായ ലോകത്തിലേക്കുള്ള ആദ്യത്തെ വാതിലായിരുന്നു അത്. ആ ജ്വലിക്കുന്ന ഗിരികന്ധരത്തിലേക്ക് പ്രവേശിച്ചതോടെ പവലിന്റെയും സംഘത്തിന്റെയും യാത്രയുടെ ആദ്യഘട്ടം അവസാനിക്കുകയായിരുന്നു. ഇനി വരാനിരിക്കുന്നതെന്താണെന്ന് അവർക്കാർക്കും ഒരു രൂപവുമില്ലായിരുന്നു. അവർ അതുവരെ കണ്ട കാഴ്ചകളേക്കാൾ എത്രയോ വലുതും ഭയാനകവും മനോഹരവുമായ ഒരു ലോകമാണ് അവരെ കാത്തിരുന്നത്. ജ്വലിക്കുന്ന ഗിരികന്ധരത്തിലേക്ക് ഫ്ലെയിമിംഗ് ഗോർജ് പ്രവേശിച്ചതോടെ പവലും സംഘവും അതുവരെ സഞ്ചരിച്ച ലോകത്തിൽ നിന്നും പൂർണ്ണമായും ഒറ്റപ്പെടുകയായിരുന്നു. സമതലങ്ങളിലെ തുറന്ന കാഴ്ചകൾ അവസാനിച്ചു. പെട്ടെന്ന് നദി ഒരു ചെറിയ ശാന്തമായ പാർക്ക് പോലൊരു സ്ഥലത്തേക്ക് തുറന്നു. എന്നാൽ ആ ആശ്വാസം അധികനേരം നീണ്ടുനിന്നില്ല. 1/2 മൈൽ താഴെ നദി ഇടത്തേക്ക് കുത്തനെ തിരിഞ്ഞ് വീണ്ടും പർവ്വതത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. ഇത്തവണ അതൊരു ഇടുങ്ങിയ പാതയായിരുന്നു. ഇരുവശത്തും ചുവരുകൾ അതിവേഗം ഉയർന്നുപൊങ്ങി. ഇടതുവശത്ത് 500 അടി, 1000 അടി, ഒടുവിൽ 1500 അടി വരെ ഉയരമുള്ള മുന്നോട്ട് തള്ളിനിൽക്കുന്ന ഭീമാകാരമായ പാറക്കെട്ടുകൾ. വലതുവശത്ത് പാറകൾ തകർന്നു തരിപ്പണമായി കിടക്കുന്നു. നദി ആ ഇടുങ്ങിയ ചാനലിൽ ചുവരുകൾക്കിടയിൽ ഞെങ്ങിഞ്ഞെരുങ്ങി ഒഴുകി. അവിടെ വെച്ച് നദി പെട്ടെന്ന് വലത്തേക്ക് തിരിഞ്ഞ് വലിയ പാറകൾക്കിടയിലൂടെ താഴേക്ക് കുതിച്ചു. അതായിരുന്നു യഥാർത്ഥ ക്യാനിയൻ റാപ്പിഡുകളുമായുള്ള അവരുടെ ആദ്യത്തെ അനുഭവം. അതുവരെയില്ലാത്തൊരു നിശബ്ദമായ പിരിമുറുക്കം സംഘത്തിൽ നിറഞ്ഞു. മുൻപിൽ പോകുന്ന എമ്മ ഡീൻ എന്ന തന്റെ ബോട്ടിൽ എഴുന്നേറ്റുനിന്നു നുരഞ്ഞു പതയുന്ന തിരമാലകൾക്കിടയിലൂടെ സുരക്ഷിതമായൊരു വഴി കണ്ടെത്താൻ പവൽ ശ്രമിച്ചു. ഒരു മുൻപരിചയവുമില്ലാതെ അത്തരം ജലപാതകളിലൂടെ എങ്ങനെ സഞ്ചരിക്കണമെന്നറിയാതെ ആ നിമിഷങ്ങൾ ഉത്കണ്ഠ നിറഞ്ഞതായിരുന്നു. താമസിയാതെ ബോട്ടുകൾ ആ കൂറ്റനൊഴുക്കിലേക്ക് പ്രവേശിച്ചു. കൂറ്റൻ തിരമാലകൾക്ക് മുകളിലൂടെ കുതിച്ചും അവയുടെ താഴ്ചയിലേക്ക് കൂപ്പുകുത്തിയും പാറകളെ വെട്ടിച്ചും അവർ ആ ഇടുങ്ങിയ പാതയിലൂടെ അതിവേഗത്തിൽ സഞ്ചരിച്ചു. ഒടുവിൽ ശാന്തമായ ജലത്തിലേക്കെത്തിയപ്പോൾ എല്ലാവർക്കും ആശ്വാസമായി. അവരുടെ ആദ്യത്തെ യഥാർത്ഥ പരീക്ഷണം അവർ വിജയിച്ചിരിക്കുന്നു. 1 മൈൽ കൂടി കഴിഞ്ഞപ്പോൾ നദി വീണ്ടും ഒരു താഴ്വരയിലേക്ക് പ്രവേശിച്ചു. ഈ യാത്രയിൽ അവർ ഒരു കാര്യം തിരിച്ചറിഞ്ഞു. ഈ ഗിരികന്ധരങ്ങൾ ഒറ്റപ്പെട്ട ഉണ്ടല്ല, മറിച്ച് പലതരം ക്യാനിയനുകളുടെയും ചെറിയ താഴ്വരകളുടെയും ഒരു ശൃംഖലയാണ്. ഓരോ വളവിലും പുതിയ രൂപങ്ങളും പുതിയ വെല്ലുവിളികളും അവരെ കാത്തിരുന്നു. കുറച്ചു ദൂരം കൂടി മുന്നോട്ടു പോയപ്പോൾ നദി പർവ്വതത്തിന്റെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറി. പിന്നീട് സ്വയം പിന്നോട്ട് തിരിഞ്ഞ് തുടങ്ങിയ താഴ്വരയിലേക്ക് തന്നെ തിരിച്ചുവരുന്ന ഒരു വിചിത്രമായ കാഴ്ച അവർ കണ്ടു. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ യു ആകൃതിയിൽ പർവ്വതത്തിനുള്ളിൽ നദി ഒരു ലൂപ്പ് സൃഷ്ടിച്ചിരുന്നു. പവൽ അതിന് പേരിട്ടു ഹോഴ്സ് ഷൂ ക്യാനിയൻ, കുതിരലാടത്തിന്റെ ആകൃതിയുള്ള ഗിരികന്ധരം. താഴ്വരയിൽ നിന്ന് അവർ വീണ്ടും മറ്റൊരു ചെറിയ ക്യാനിയനിലേക്ക് പ്രവേശിച്ചു. അവിടെ മനോഹരമായൊരു കൊച്ചരുവി നദിയിലേക്ക് ചേരുന്നത് അവർ കണ്ടു. ആ അരുവിയുടെ പ്രവേശന കവാടത്തിൽ 100 കണക്കിനടി ഉയരമുള്ള പാറക്കെട്ടുകളാൽ ചുറ്റപ്പെട്ട ഒരു ചെറിയ പാർക്ക് പോലൊരു സ്ഥലം. അതിലേക്ക് 3 വഴികളാണുണ്ടായിരുന്നത്. ഒന്ന് നദിക്ക് മുകളിൽ നിന്നും, മറ്റൊന്ന് താഴെ നിന്നും, മൂന്നാമത്തേത് ആ അരുവി വരുന്ന വഴിയിലൂടെയും.
കിങ്ഫിഷർ പക്ഷികൾ ആ അരുവിക്കു മുകളിലൂടെ കളിച്ചു പറക്കുന്നത് കണ്ട് പവൽ ആ സ്ഥലത്തിന് കിങ്ഫിഷർ പാർക്കെന്നും അരുവിക്ക് കിങ്ഫിഷർ ക്രീക്ക് എന്നും അത് കടന്നുവരുന്ന ക്യാനിയന് കിങ്ഫിഷർ ക്യാനിയൻ എന്നും പേരിട്ടു. അവർ കടന്നുപോകുന്ന ഓരോ സ്ഥലത്തിനും പേരിടുന്നത് പവലിന്റെ ഒരു ശീലമായിരുന്നു. ഭൂപടത്തിൽ പേരില്ലാത്ത ആ ലോകത്തിന് അവർ സ്വന്തം വ്യക്തിത്വം നൽകുകയായിരുന്നു. അന്ന് രാത്രി അവർ അവിടെ ക്യാമ്പ് ചെയ്തു. അവരുടെ യാത്രയുടെ പൊതുവായ ദിശ തെക്കോട്ടായിരുന്നെങ്കിലും നദി അവിടെ കിഴക്കോട്ട് തിരിയുന്നത് ഒരു താഴികക്കുടത്തിന്റെ ആകൃതിയിലുള്ള മുനമ്പിനു ചുറ്റുമായിരുന്നു. ആ താഴികക്കുടത്തിന്റെ മുഖത്ത് വെള്ളം കൊത്തിയെടുത്ത ചെറിയ അറകളിൽ നൂറുകണക്കിന് മീവൽ പക്ഷികൾ കൂടുകൂട്ടിയിരുന്നു. പാറക്കെട്ടുകൾക്ക് ചുറ്റും പറക്കുന്ന ആ പക്ഷിക്കൂട്ടത്തെ കണ്ടപ്പോൾ പവലിന് അതൊരു ഭീമാകാരമായ പഴയകാല തേനീച്ചക്കൂടാണെന്ന് തോന്നി. അദ്ദേഹം ആ സ്ഥലത്തിന് ബീഹൈവ് പോയിന്റ് എന്ന് പേരിട്ടു. അടുത്ത ദിവസം മെയ് 31-ന് അവർ മറ്റൊരു കാനിയനിലേക്ക് പ്രവേശിച്ചു. അവിടെ ചാനലിൽ ഉയർന്ന പാറകൾ നിറഞ്ഞ അപകടകരമായ റാപ്പിഡുകളുണ്ടായിരുന്നു. തുഴഞ്ഞു പോകുന്നത് അപകടമാണെന്ന് മനസ്സിലാക്കി അവർ ബോട്ടുകൾ കരക്കെടുപ്പിച്ചു. ചിലയിടങ്ങളിൽ നദിയുടെ അപകടം തുഴകളേക്കാൾ ശക്തമാകുമ്പോൾ അവർക്ക് മറ്റൊരു മാർഗം സ്വീകരിക്കേണ്ടി വന്നു. ലൈനിംഗ് എന്നായിരുന്നു ആ രീതിക്ക് പേര്. ബോട്ടിൽ നീളമുള്ള കയറുകൾ കെട്ടി ആളുകൾ പാറകളിലൂടെ നടന്ന് ബോട്ടുകളെ സുരക്ഷിതമായി താഴേക്ക് നയിക്കുക. ഇത് അതീവ ശ്രമകരമായ ജോലിയായിരുന്നു. അന്ന് വൈകുന്നേരം ഒരു പാറക്കെട്ടിന്റെ അടിയിൽ പൈൻ മരങ്ങൾ നിറഞ്ഞ ഒരു ചരിവിൽ അവർ ക്യാമ്പ് ചെയ്തു. ഇരുവശത്തുമുള്ള ചുവന്ന മണൽക്കല്ലുകൾ തീർത്ത ചുവരുകൾക്ക് 2500 അടി ഉയരമുണ്ടായിരുന്നു. സന്ധ്യ മയങ്ങിയതോടെ പാറകൾ ഇരുണ്ട് ഭയാനകമായി. വെള്ളത്തിന്റെ ഇരമ്പൽ ഉച്ചത്തിലും നിരന്തരവുമായി. ഉറങ്ങാൻ കിടന്ന പവൽ തുറന്ന ആകാശത്തേക്ക് നോക്കി. തലയ്ക്ക് മുകളിൽ കാനിയന്റെ വിടവിലൂടെ നീലാകാശത്തിന്റെ ഒരു കീറ് മാത്രം കാണാം. അതിൽ 2-3 നക്ഷത്രസമൂഹങ്ങൾ എത്തിനോക്കുന്നു. കിഴക്കുള്ള പാറക്കെട്ടിന്റെ തുമ്പത്ത് ഒരു തിളങ്ങുന്ന നക്ഷത്രം നിൽക്കുന്നതുപോലെ അദ്ദേഹത്തിന് തോന്നി. പതിയെ അതാ പാറയിൽ നിന്ന് ഒഴുകി നീങ്ങുന്നത് പോലെയും. ആദ്യം പാറയിൽ പതിപ്പിച്ച ഒരു രത്നം പോലെ തോന്നിച്ച അത് പിന്നീട് പാറയിൽ നിന്ന് വേർപെട്ട് താഴേക്ക് പതിക്കുമോ എന്നുപോലും അദ്ദേഹം അത്ഭുതപ്പെട്ടു. ആകാശത്തിലെ നക്ഷത്രങ്ങൾ കാനിയന്റെ ഉള്ളിലാണെന്ന് തോന്നിക്കുന്ന ഒരു കാഴ്ച. അത് വേഗനക്ഷത്രമാണെന്ന് പവൽ തിരിച്ചറിഞ്ഞു. ആ നിമിഷം അദ്ദേഹം ആ പാറക്കെട്ടിനൊരു പേര് നൽകി. ക്ലിഫ് ഓഫ് ദി ഹാർപ്പ്, വീണയുടെ പാറക്കെട്ട്. അവിടെ കിടന്നുകൊണ്ട് മുന്നിലുള്ള പർവ്വതത്തെ നോക്കിയപ്പോൾ പവൽ ഒരു കാര്യം ശ്രദ്ധിച്ചു. അതിന്റെ ചരിവിന്റെ കുത്തനെയുള്ള ഭാവം വളരെ അതിശയോക്തിപരമായി തോന്നുന്നു. എന്നാൽ അതിന്റെ ഉയരവും ദൂരവും യഥാർത്ഥത്തിലുള്ളതിനേക്കാൾ കുറവായും അനുഭവപ്പെടുന്നു. ഒരു പർവ്വതത്തിന്റെ ചരിവ് ശരിയായി മനസ്സിലാക്കണമെങ്കിൽ അത് വശത്തുനിന്ന് അല്ലെങ്കിൽ ഇൻ പ്രൊഫൈൽ നോക്കണമെന്ന് അദ്ദേഹത്തിനു മുൻപേ അറിയാമായിരുന്നു. എന്നാൽ മലർന്നു കിടന്നുകൊണ്ട് നോക്കിയപ്പോൾ ആ പർവ്വതത്തിന്റെ യഥാർത്ഥ അനുപാതം അദ്ദേഹത്തിന് വ്യക്തമായി. എഴുന്നേറ്റ് നിന്ന് നോക്കിയപ്പോൾ വീണ്ടും പഴയ കാഴ്ച. സാഹസികതയുടെ നടുവിലും ഒരു ശാസ്ത്രജ്ഞന്റെ മനസ്സ് അദ്ദേഹത്തിൽ സജീവമായിരുന്നു. തലച്ചോറ് 2 കണ്ണുകളിൽ നിന്നുമുള്ള ദൃശ്യങ്ങളെ സംയോജിപ്പിച്ച് ദൂരം മനസ്സിലാക്കുന്നതുപോലെ കിടക്കുമ്പോൾ കണ്ണുകൾക്കിടയിലുള്ള ലംബമായ അകലം ഒരു പുതിയ കാഴ്ചപ്പാട് നൽകുന്നു എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അടുത്ത ദിവസം ജൂൺ 1-ന് അവർ ആവേശകരമായ ഒരു യാത്ര നടത്തി. പാറകളൊന്നും വഴിയിൽ തടസ്സമില്ലാത്തതുകൊണ്ട് നദിയിലൂടെ അതിവേഗത്തിൽ അവർ കുതിച്ചു. ചിലയിടങ്ങളിൽ ഇടുങ്ങിയ വഴികളിലൂടെ വെള്ളം കുതിച്ചൊഴുകി ബോട്ടുകൾ തിരമാലകൾക്ക് മുകളിലൂടെ ചാടിമറിഞ്ഞു. പവലിന് ആ അനുഭവം കാടുകളിൽ മരക്കഷ്ണങ്ങൾക്ക് മുകളിലൂടെ ചാടിപ്പോകുന്ന കലമാനുകളെ ഓർമ്മിപ്പിച്ചു. ഒടുവിൽ ശാന്തമായ വെള്ളത്തിലേക്കെത്തിയപ്പോൾ ദൂരെ നിന്നൊരു ഇരമ്പൽ കേട്ടു തുടങ്ങി. അതൊരു വെള്ളച്ചാട്ടമാണെന്ന് അവർക്ക് മനസ്സിലായി. അവർ ഇടതുവശത്ത് ബോട്ടുകൾ കരയ്ക്കടുപ്പിച്ചു. മുന്നോട്ടു പോയി നോക്കിയപ്പോൾ അതൊരു വലിയ വെള്ളച്ചാട്ടമായിരുന്നു. അതൊരിക്കലും ബോട്ടിൽ കടന്നുപോകാൻ സാധിക്കില്ല. അവർക്കവിടെ പോർട്ടേജ് ചെയ്യേണ്ടിവരും. അതായത് ബോട്ടിലെ സാധനങ്ങളെല്ലാം കരയിലിറക്കി ചുമന്ന് വെള്ളച്ചാട്ടത്തിനപ്പുറം എത്തിക്കുക, എന്നിട്ട് ഒഴിഞ്ഞ ബോട്ടുകളെ കയറുകെട്ടി വെള്ളച്ചാട്ടത്തിലൂടെയോ അതിനരികിലൂടെയോ താഴെ ഇറക്കുക. അവിടെ വെള്ളച്ചാട്ടത്തിനരികിലുള്ള ഒരു ഉയർന്ന പാറയിൽ ഒരു പേര് കൊത്തിവച്ചിരിക്കുന്നത് അവർ ശ്രദ്ധിച്ചു.
ആഷ്ലി 1805. അവസാനത്തെ അക്കം വ്യക്തമായിരുന്നില്ല. 1835 അല്ലെങ്കിൽ 1855 ആകാം. വർഷങ്ങൾക്ക് മുൻപ് ആഷ്ലി എന്നൊരാളും സംഘവും ഈ നദിയിലൂടെ യാത്ര ചെയ്യാൻ ശ്രമിച്ചതിനെക്കുറിച്ച് പവൽ കേട്ടിരുന്നു. കഥയനുസരിച്ച് അവരുടെ ബോട്ട് തകരുകയും സംഘത്തിലെ ചിലർ മുങ്ങിമരിക്കുകയും ചെയ്തു. ആഷ്ലിയുടെ പേര് അവർക്കൊരു മുന്നറിയിപ്പായിരുന്നു. അവർ ആ വെള്ളച്ചാട്ടത്തിന് പേരിട്ടു ആഷ്ലി ഫാൾസ്. അന്ന് രാത്രി അവർ വെള്ളച്ചാട്ടത്തിനു മുകളിൽ വിശ്രമിച്ചു. പിറ്റേന്ന് രാവിലെ അവർ പാറകൾക്കിടയിലൂടെ ഒരു പാതയുണ്ടാക്കി തങ്ങളുടെ സാധനങ്ങളെല്ലാം ചുമന്ന് വെള്ളച്ചാട്ടത്തിനപ്പുറമെത്തിച്ചു. തുടർന്ന് ഒഴിഞ്ഞ ബോട്ടുകളെ ഓരോന്നായി കയറിൽ കെട്ടി വെള്ളച്ചാട്ടത്തിലൂടെ താഴെ ഇറക്കി. അതൊരു വലിയ സാഹസമായിരുന്നു. ഒടുവിൽ ഉച്ചയോടെ അവർ വീണ്ടും യാത്രയ്ക്ക് തയ്യാറായി. ആഷ്ലി ഫാൾസ് ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു. ഈ ഗിരികന്ധരങ്ങൾ മനുഷ്യന്റെ കഴിവിനും ധൈര്യത്തിനും വലിയൊരു വെല്ലുവിളിയാണെന്ന ഓർമ്മപ്പെടുത്തൽ. ആഷ്ലി ഫാൾസ് പിന്നിലാക്കി യാത്ര തുടർന്നപ്പോൾ നദിയുടെ സ്വഭാവം വീണ്ടും മാറുകയായിരുന്നു. അതുവരെ കണ്ട ഗിരികന്ധരങ്ങൾ വരാനിരിക്കുന്നതിന്റെ ഒരു സൂചന മാത്രമായിരുന്നു എന്ന് അവർ തിരിച്ചറിയാൻ തുടങ്ങി. നദി കൂടുതൽ ഇടുങ്ങിയതും ചുവരുകൾ കുത്തനെ ഉയർന്നതുമായി. സംഘത്തിലെ ഒരാൾ ആ സ്ഥലത്തിന്റെ ഭീകര സൗന്ദര്യത്തിൽ മതിമറന്ന് അതിനൊരു പേര് നിർദ്ദേശിച്ചു: ലൊഡോർ. ഒരുപക്ഷേ റോബർട്ട് സതിയുടെ ഹൗ ഡസ് ദ വാട്ടർ കം ഡൗൺ അറ്റ് ലൊഡോർ എന്ന പ്രശസ്തമായ കവിതയായിരിക്കാം അയാളുടെ ഓർമ്മയിൽ വന്നത്. ആ പേര് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവർ പ്രവേശിച്ച പുതിയ ഗിരികന്ധരത്തിന് കാനിയൻ ഓഫ് ലൊഡോർ എന്നു പേരിട്ടു. അടുത്ത കുറച്ചു ദിവസങ്ങൾ അവർ വളരെ സാവധാനമാണ് മുന്നോട്ട് നീങ്ങിയത്. ഓരോ റാപ്പിഡിനു മുൻപും പവൽ തന്റെ ബോട്ടിൽ എഴുന്നേറ്റ് നിന്ന് മുന്നോട്ടുള്ള വഴി നിരീക്ഷിക്കും. ചിലപ്പോൾ നൂറുകണക്കിന് വാരകൾ മുന്നോട്ടുപോയി പാറകളിലൂടെ വലിഞ്ഞുകയറി താഴെ നദി എങ്ങനെയാണ് ഒഴുകുന്നതെന്ന് പരിശോധിക്കേണ്ടി വന്നു. ഓരോ നിമിഷവും ജാഗ്രതയോടെയായിരുന്നു അവരുടെ നീക്കം. ജൂൺ 8 ഉച്ചതിരിഞ്ഞ് അവർ മറ്റൊരു അപകടകരമായ റാപ്പിഡിന് അടുത്തെത്തി. ആദ്യത്തെ വെള്ളച്ചാട്ടം അത്ര വലുതായിരുന്നില്ല. ഏകദേശം 10-12 അടി മാത്രം. അത്തരം പലതും അവർ ഇതിനകം കടന്നുപോയിരുന്നു. എന്നാൽ അതിനു താഴെ നദി വീണ്ടും 40-50 അടി താഴേക്ക് പതിക്കുന്നു. ആ ഭാഗം മുഴുവൻ അപകടകരമായ പാറകൾ നിറഞ്ഞ് വെള്ളം ചുഴികളായി തിരിഞ്ഞും നുരഞ്ഞും പതഞ്ഞും ഒഴുകുകയായിരുന്നു. സുരക്ഷിതമായൊരു വഴി കണ്ടെത്താനായി പവൽ കരയിലൂടെ മുന്നോട്ട് നടന്നു. മറ്റുള്ളവർക്ക് ബോട്ടടുപ്പിക്കാനുള്ള സ്ഥലം ചൂണ്ടിക്കാണിക്കാൻ ഒരാളെ പതാകയുമായി നിർത്തി. ആദ്യത്തെ 2 ബോട്ടുകൾ എമ്മ ഡീനും കിറ്റി ക്ലൈഡ് സിസ്റ്റർ എന്നിവ സുരക്ഷിതമായി കരക്കെടുത്തു. ഇനി വരാനുള്ളത് OG ഹൗലാൻഡിന്റെ നേതൃത്വത്തിലുള്ള നോ നെയിം എന്ന ബോട്ടാണ്. എന്നാൽ അപ്രതീക്ഷിതമായി പവൽ ഒരു അലർച്ച കേട്ടു. അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് നോ നെയിം അതിവേഗത്തിൽ വെള്ളച്ചാട്ടത്തിന്റെ മധ്യഭാഗത്തേക്ക് കുതിക്കുന്നതാണ്. അവർക്ക് ദിശ തെറ്റിയിരുന്നു. നദിയുടെ ഒഴുക്ക് അവരെ കീഴടക്കിയിരുന്നു. അതിനപ്പുറം ഒരു രക്ഷപ്പെടൽ അസാധ്യമാണെന്ന് പവലിന് ഉറപ്പായിരുന്നു. തന്റെ സഹയാത്രികരുടെ ജീവൻ കൺമുന്നിൽ അപകടത്തിലാകുന്നത് കണ്ട് അദ്ദേഹം ഒരു നിമിഷം തരിച്ചുനിന്നു. അടുത്ത ബോട്ടിനെയെങ്കിലും രക്ഷിക്കണമെന്ന ചിന്തയിൽ അദ്ദേഹം താഴേക്കോടി. ഒരു നിമിഷം കൂടി കഴിഞ്ഞപ്പോൾ അവസാനത്തെ ബോട്ടായ മെയ്ഡ് ഓഫ് ദ കാനിയൻ സുരക്ഷിതമായി കരയ്ക്കടുക്കുന്നത് അദ്ദേഹം കണ്ടു. വീണ്ടും അദ്ദേഹം നോ നെയിം പോയ വഴിയെ താഴേക്ക് കുതിച്ചു. പാറകളിലൂടെയും കുന്നുകളിലൂടെയും കിതച്ചോടി. ഒടുവിൽ ഒരു വലിയ പാറക്കെട്ടിനു ചുറ്റും ഓടിയെത്തിയപ്പോൾ അദ്ദേഹം ആ ഭയാനകമായ കാഴ്ച കണ്ടു. നോ നെയിം ഒരു പാറയിലിടിച്ച് ആഘാതത്തിൽ ഒരു വശത്തേക്ക് ചരിഞ്ഞ് അതിൽ വെള്ളമിരച്ചു കയറുന്നു. സംഘത്തിലെ 2 പേരുടെ തുഴകൾ നഷ്ടപ്പെട്ടു. നിയന്ത്രണം വിട്ട ബോട്ട് ഒരു വശം ചരിഞ്ഞ് അതിവേഗത്തിൽ താഴേക്കൊഴുകി. ഏതാനും വാരകൾക്ക് ശേഷം മറ്റൊരു പാറയിൽ ശക്തിയായിടിച്ചതോടെ ബോട്ട് 2ആയി പിളർന്നു. അതിലുണ്ടായിരുന്ന 3 പേരും ഹൗലൻഡ് സഹോദരന്മാരും ഫ്രാങ്ക് ഗുഡ്മാനും നുരഞ്ഞു പതയുന്ന നദിയിലേക്ക് തെറിച്ചു വീണു. ബോട്ടിന്റെ വലിയൊരു ഭാഗം വെള്ളത്തിൽ പൊങ്ങിക്കിടന്നു. അതിൽ പിടിച്ചുകൊണ്ട് അവർ നദിയിലൂടെ താഴേക്കൊഴുകി. എന്നാൽ മുന്നിൽ ഭീമാകാരമായ പാറകൾ നിറഞ്ഞ അടുത്ത റാപ്പിഡായിരുന്നു.
അവിടെ വെച്ച് ബോട്ടിന്റെ അവശിഷ്ടങ്ങൾ വീണ്ടും പാറയിലിടിക്കുകയും ചിതറിപ്പോവുകയും ചെയ്തു. അതോടെ ആ മനുഷ്യരും ബോട്ടിന്റെ കഷ്ണങ്ങളും പവലിന്റെ കാഴ്ചയിൽ നിന്ന് മറഞ്ഞു. അവിടെ എന്തു ചെയ്യണമെന്നറിയാതെ നിസ്സഹായനായി നിൽക്കുകയല്ലാതെ പവലിനു മറ്റു മാർഗമില്ലായിരുന്നു. എന്നാൽ അദ്ദേഹം ഓട്ടം നിർത്തിയില്ല. ഒരു വളവ് തിരിഞ്ഞപ്പോൾ ദൂരെ വെള്ളത്തിൽ ഒരു തല അദ്ദേഹം കണ്ടു. വലിയൊരു പാറയിൽ പിടിച്ചുകിടക്കുന്ന ഫ്രാങ്ക് ഗുഡ്മാനായിരുന്നു അത്. ജീവൻ മരണ പോരാട്ടത്തിലായിരുന്നു അയാൾ. നദിയുടെ മറുകരയിലെ ഒരു ചെറിയ ദ്വീപിലേക്ക് ഒഴുകിയെത്തിയ ഹൗലൻഡ് ഒരു മരക്കഷ്ണം ഉപയോഗിച്ച് ഗുഡ്മാനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് പവൽ കണ്ടു. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഹൗലൻഡിന് ആ മരക്കഷ്ണം ഗുഡ്മാന്റെ അടുത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. അതിൽ പിടിച്ച ഗുഡ്മാനെ അയാൾ സുരക്ഷിതമായി ആ ദ്വീപിലേക്ക് വലിച്ചുകയറ്റി. ഹൗലൻഡിന്റെ സഹോദരൻ സെനേക്ക ഹൗലൻഡ് കുറച്ചുകൂടി താഴെയായി പാറകളിൽ തട്ടി പരിക്കുകളോടെയാണെങ്കിലും കരപറ്റിയിരുന്നു. ഇതെല്ലാം സംഭവിക്കാൻ നിമിഷങ്ങൾ മാത്രമേ എടുത്തുള്ളൂ. ഇപ്പോൾ 3 പേരും ഒരു ദ്വീപിൽ കുടുങ്ങിയിരിക്കുന്നു. ഇരുവശത്തും നുരഞ്ഞൊഴുകുന്ന അപകടകരമായ നദി. താഴെ മറ്റൊരു വെള്ളച്ചാട്ടം. അവരെ എങ്ങനെ രക്ഷിക്കും? പവൽ മുകളിലേക്ക് ഓടി സംനറിനോടും ഡണ്ണിനോടും എമ്മ ഡീൻ താഴെ ഇറക്കാൻ ആവശ്യപ്പെട്ടു. അതീവ സാഹസികമായി സംനർ ബോട്ട് തുഴഞ്ഞ് കൃത്യമായി ആ ദ്വീപിലെത്തിച്ചു. തുടർന്ന് എല്ലാവരും ചേർന്ന് കഴുത്തറ്റം വെള്ളത്തിൽ നിന്നുകൊണ്ട് ആ ബോട്ട് ഒഴുക്കിനെതിരെ മുകളിലേക്ക് വലിച്ചു. പാറപ്പുറത്തിരുന്ന ഒരാൾ ബോട്ട് പിടിച്ചു നിർത്തി. മറ്റുള്ളവർ കരയിലേക്ക് കയറാൻ തയ്യാറായപ്പോൾ അയാൾ ബോട്ടിലേക്ക് ഒരു ചാട്ടം. എല്ലാവരും ഒരുമിച്ച് തുഴഞ്ഞ് അവർ സുരക്ഷിതമായി മറുകരയെത്തി. ലോകം മുഴുവൻ കറങ്ങി. ഒരു വിദൂര തീരത്ത് കപ്പൽ തകർന്ന് കണ്ടുമുട്ടിയതുപോലെ അവർ പരസ്പരം കൈകൾ കൊടുത്തു. ആശ്വാസത്തിന്റെയും അതിജീവനത്തിന്റെയും നിമിഷം. എന്നാൽ അവരുടെ ദുരന്തം അവിടെ തീർന്നിരുന്നില്ല. അരമൈൽ താഴെയായി തകർന്ന ബോട്ടിന്റെ പിൻഭാഗത്തെ ക്യാബിൽ ഒരു പാറയിൽ തങ്ങി നിൽക്കുന്നത് അവർ കണ്ടു. ബോട്ടിലെ സാധനങ്ങളെല്ലാം നഷ്ടപ്പെട്ടിരുന്നു. 10 മാസത്തേക്ക് കരുതിയ ഭക്ഷണത്തിന്റെ 1/3 ഭാഗം, വസ്ത്രങ്ങൾ, പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ എല്ലാം ആ നദി കൊണ്ടുപോയിരുന്നു. അതിലുപരി പവലിനെ ഏറ്റവും കൂടുതൽ നിരാശപ്പെടുത്തിയത് മറ്റൊരു കാര്യമായിരുന്നു. ഈ യാത്രയുടെ ശാസ്ത്രീയമായ ലക്ഷ്യങ്ങൾക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായ ബാരോമീറ്ററുകളെല്ലാം സൂക്ഷിച്ചിരുന്നത് ആ ബോട്ടിലായിരുന്നു. അവയില്ലാതെ ഉയരം അളക്കാനോ കൃത്യമായ ഭൂപടം തയ്യാറാക്കാനോ സാധിക്കില്ല. ആ നിമിഷം ആ യാത്രയുടെ ലക്ഷ്യം തന്നെ പരാജയപ്പെട്ടതായി പവലിന് തോന്നി. ഇനി എന്തു ചെയ്യും? സാൾട്ട് ലേക്ക് സിറ്റിയിലേക്ക് തിരിച്ചുപോയി പുതിയ ബാരോമീറ്ററുകൾ സംഘടിപ്പിക്കണോ? അതോ ഈ യാത്ര ഇവിടെ വെച്ച് അവസാനിപ്പിക്കണോ? ആ രാത്രി പവലിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ആ ഇരുണ്ട ഗിരികന്ധരത്തിന്റെ ആഴങ്ങളിൽ നദിയുടെ ഇരമ്പൽ കേട്ടുകൊണ്ട് അദ്ദേഹം ആലോചിച്ചു. പിറ്റേന്ന് ജൂൺ 10 എങ്ങനെയും ആ ബാരോമീറ്ററുകൾ വീണ്ടെടുക്കാൻ പവൽ തീരുമാനിച്ചു. പ്രഭാത ഭക്ഷണത്തിനു ശേഷം മറ്റുള്ളവർ സാധനങ്ങൾ ചുമന്ന് താഴെ ഇറക്കുന്നതിനിടയിൽ അദ്ദേഹം വീണ്ടും ആ തകർന്ന ക്യാബിൻ കിടക്കുന്ന സ്ഥലം പരിശോധിക്കാനായി പോയി. അത് തലേ ദിവസം കണ്ടതിനേക്കാൾ 50-60 അടി താഴേക്ക് മാറിയിരുന്നു. പക്ഷേ ശ്രദ്ധയോടെ പരിശോധിച്ചപ്പോൾ സുരക്ഷിതമായി അവിടേക്കെത്താൻ കഴിയുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം തിരിച്ചെത്തി സംനറിനോടും ഡണ്ണിനോടും കാര്യം പറഞ്ഞു. അവർ തങ്ങളുടെ ചെറിയ ബോട്ടുമായി ആ സാഹസത്തിന് തയ്യാറായി. എല്ലാവരും ശ്വാസമടക്കി പിടിച്ചു നോക്കി നിൽക്കെ അവർ തുഴഞ്ഞ് ആ പാറയുടെ അടുത്തെത്തി. എന്നിട്ട് അവർ പുറത്തെടുത്തത് ബാരോമീറ്ററുകളായിരുന്നു. കരയിൽ നിന്നവർ ആർത്തുവിളിച്ചു. പവൽ ആ ആഹ്ലാദത്തിൽ പങ്കുചേർന്നു. ആ ഉപകരണങ്ങൾ തിരികെ കിട്ടിയതിൽ തനിക്കുള്ള അതേ സന്തോഷം അവർക്കുമുണ്ടായതിൽ അദ്ദേഹത്തിന് അത്ഭുതം തോന്നി. എന്നാൽ ബോട്ട് കരക്കെടുത്തപ്പോൾ പവൽ മറ്റൊരു കാര്യം കൂടി കണ്ടു. ബാരോമീറ്ററുകൾക്കും ഒരു പാക്കറ്റ് തെർമോമീറ്ററുകൾക്കും പുറമെ അവർ രക്ഷപ്പെടുത്തിയ മറ്റൊന്നുകൂടിയുണ്ടായിരുന്നു. 3 ഗാലന്റെ ഒരു വീപ്പ വിസ്കി. അത് രഹസ്യമായി ബോട്ടിൽ കയറ്റിയതായിരുന്നു. പക്ഷേ എല്ലാ ദിവസവും മഞ്ഞുമലകളിൽ നിന്നൊഴുകിയെത്തുന്ന തണുത്ത വെള്ളത്തിൽ നനഞ്ഞു കുതിർന്ന് യാത്ര ചെയ്യുന്ന അവർക്ക് അതൊരു നല്ല കാര്യമായിരിക്കുമെന്ന് കരുതി പവൽ അത് കണ്ടില്ലെന്ന് നടിച്ചു. ആഷ്ലി എന്ന സാഹസികൻ പരാജയപ്പെട്ട അതേ സ്ഥലത്ത് തങ്ങൾക്കും ഒരു ബോട്ട് നഷ്ടമായതുകൊണ്ട് പവൽ ആ വെള്ളച്ചാട്ടങ്ങൾക്ക് ഒരു പുതിയ പേരു നൽകി: ഡിസാസ്റ്റർ ഫോൾസ്, ദുരന്തത്തിന്റെ വെള്ളച്ചാട്ടം. അവരുടെ യാത്രയിലെ ആദ്യത്തെ വലിയ ദുരന്തത്തിന്റെ ഓർമ്മയ്ക്കായി. ലോഡോർ കാനിയൻ അതിന്റെ യഥാർത്ഥ മുഖം കാണിച്ചു തുടങ്ങിയിട്ടേയുണ്ടായിരുന്നുള്ളൂ. ദുരന്തത്തിന്റെ വെള്ളച്ചാട്ടത്തിന്, ഡിസാസ്റ്റർ ഫോൾസ്, താഴെ അവരുടെ യാത്ര താൽക്കാലികമായി നിലച്ചിരുന്നു. മുന്നോട്ടു പോകണമെങ്കിൽ ശേഷിക്കുന്ന 3 ബോട്ടുകളും അവയിലെ ഭാരമേറിയ സാധനങ്ങളും ആ അപകടകരമായ വെള്ളച്ചാട്ടങ്ങൾക്കപ്പുറം എത്തിക്കണം. അതായിരുന്നു അവരുടെ മുന്നിലെ ആദ്യത്തെ വലിയ വെല്ലുവിളി. പോർട്ടേജ് എന്നറിയപ്പെടുന്ന ആ കഠിനമായ അധ്വാനം അടുത്ത ദിവസം മുഴുവൻ നീണ്ടുനിന്നു. അതായത് ബോട്ടുകളിലെ സാധനങ്ങൾ മുഴുവൻ കരയിലിറക്കി ഓരോ ചാക്കും പെട്ടിയും തോളിലേറ്റി
വഴുക്കുന്നതും മൂർച്ചയേറിയതുമായ പാറകളിലൂടെ നടന്ന് വെള്ളച്ചാട്ടത്തിന് താഴെയുള്ള സുരക്ഷിതമായ ഒരിടത്ത് എത്തിക്കണം. 100 കണക്കിന് പൗണ്ട് ഭാരമുള്ള മാവ് ചാക്കുകളും ഉണക്കിയ മാംസവും ശാസ്ത്രീയ ഉപകരണങ്ങളും ചുമന്നുകൊണ്ടുള്ള ആ യാത്ര നരകതുല്യമായിരുന്നു. ഓരോ ചുവടും അവർക്ക് ശ്രദ്ധിച്ചു വെക്കേണ്ടിയിരുന്നു. ഒരടി പിഴച്ചാൽ ഒന്നുകിൽ താഴെ നുരഞ്ഞുപതയുന്ന നദിയിലേക്കോ അല്ലെങ്കിൽ കൂർത്ത പാറകളിലേക്കോ ആയിരിക്കും വീഴുക. ആ കഠിനാധ്വാനത്തിനിടയിൽ ആ തീരത്ത് അവർ മറ്റൊരു കാഴ്ച കണ്ടു. തുരുമ്പിച്ച ഒരു ഇരുമ്പ് ബേക്ക് ഓവൻ, കുറച്ച് തകരപ്പാത്രങ്ങൾ, ഒരു ബോട്ടിന്റെ ഭാഗങ്ങൾ, അങ്ങനെ പലതും. വർഷങ്ങൾക്ക് മുൻപ് അവിടെ തകർന്ന ആഷ്ലിയുടെ സംഘത്തിന്റെ അവശേഷിപ്പുകളായിരുന്നു അവ. തങ്ങളുടെ ദുരന്തത്തിന് തൊട്ടുമുന്നിൽ നടന്ന മറ്റൊരു ദുരന്തത്തിന്റെ നിശബ്ദമായ ഓർമ്മപ്പെടുത്തലുകൾ. ആ കാഴ്ച അവരിലൊരു നടുക്കമുണ്ടാക്കി. ഈ ഗിരികന്ധരങ്ങെ ക്ഷമയില്ലാത്തവയാണെന്നും ഒരു ചെറിയ പിഴവിനുപോലും അത് മാപ്പ് തരില്ലെന്നും അവർ ഒരിക്കൽ കൂടി തിരിച്ചറിഞ്ഞു. അന്ന് വൈകുന്നേരത്തോടെ തളർന്ന് അവശരായ അവർ സാധനങ്ങളെല്ലാം ഒരുവിധം താഴെ എത്തിച്ചു. രാത്രിയായപ്പോൾ നനഞ്ഞ വസ്ത്രങ്ങളുമായി തണുത്തുവിറച്ച് പാറപ്പുറത്ത് കിടന്നുറങ്ങാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടത് ഒരു ബോട്ട് മാത്രമല്ലെന്ന് അവർ വേദനയോടെ ഓർത്തു. തങ്ങളുടെ സഹയാത്രികരിൽ ഒരാളായ ഫ്രാങ്ക് ഗുഡ്മാൻ ഈ യാത്ര തുടരാൻ തനിക്കാതില്ലെന്ന് അവരെ അറിയിച്ചു. നോ നെയിം ബോട്ട് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും ആ അനുഭവം അയാളെ മാനസികമായി തളർത്തിയിരുന്നു. ഭാരമേറിയ ബോട്ടുകളിൽ നിന്ന് ഒരാൾ കുറയുന്നത് ഒരാശ്വാസമാണെങ്കിലും ഒരു സുഹൃത്തിനെ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോകുന്നതിന്റെ വേദന അവർക്കുണ്ടായിരുന്നു. പക്ഷേ ആരും അയാളെ നിർബന്ധിച്ചില്ല. ഈ യാത്രയുടെ അപകടം എല്ലാവർക്കും വ്യക്തമായിരുന്നു. പിറ്റേന്ന് ജൂൺ 12-ന് അവർ ബോട്ടുകൾ താഴെ ഇറക്കാൻ തുടങ്ങി. ആ പ്രയത്നത്തിനിടയിൽ പാറകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന തങ്ങളുടെ നഷ്ടപ്പെട്ട ബോട്ടിലെ 3 ചാക്ക് മാവ് അവർ കണ്ടെത്തി. അതൊരു വലിയ ആശ്വാസമായിരുന്നു. ശേഷിക്കുന്ന യാത്രയ്ക്കുള്ള ഭക്ഷണം തികയുമോ എന്ന ആധിയിലായിരുന്ന അവർക്ക് അതൊരു ദൈവാനുഗ്രഹമായി തോന്നി. തുടർന്നുള്ള ദിവസങ്ങളിൽ അവർ വീണ്ടും പാറകളും റാപ്പിഡുകളും പോർട്ടേജുകളുമായി മല്ലിട്ടു. ജൂൺ 14-ന് ഹൗലൻഡും പവലും പടിഞ്ഞാറൻ ചുവരിലൂടെ 2000 അടി മുകളിലേക്ക് കയറി. ചുറ്റുമുള്ള ലോകം എങ്ങനെയുണ്ടെന്ന് കാണാനുള്ള അടങ്ങാത്ത ആഗ്രഹം അവരെ മുകളിലേക്ക് നയിച്ചു. അവിടെ നിന്നുള്ള കാഴ്ച അതിശയകരമായിരുന്നു. താഴെ ഒരു നൂനുപോലെ ഒഴുകുന്ന നദി, പടിഞ്ഞാറ് വശത്ത് 5-6 മൈൽ വീതിയും 20-30 മൈൽ നീളവുമുള്ള പച്ചപ്പിന്റെ ഒരു വലിയ ലോകം ഒരു പാർക്ക് പോലെ വിരിഞ്ഞുകിടക്കുന്നു. അവർ കയറിയ പാറക്കെട്ട് ആ പാർക്കിനും കാനിയനും ഇടയിലുള്ള ഒരു ഭിത്തി പോലെയായിരുന്നു. ആ പാർക്കിൽ നിന്ന് ഒഴുകിയെത്തുന്ന ഒരു അരുവി 1200 അടി മുകളിൽ നിന്ന് ഈ ഭിത്തിയിലൂടെ ഒരു ചെറിയ കാനിയൻ കൊടന്ന് 1000-ലധികം അടി താഴേക്ക് ഒരു വെള്ളച്ചാട്ടമായി നദിയിലേക്ക് പതിക്കുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം മറ്റൊരു പോർട്ടേജിനിടയിൽ സംഘത്തിലെ 2 പേർ കിഴക്കൻ ചുവരിലേക്ക് കയറി. ഇത്തവണ അവർ 2700 അടി ഉയരത്തിലാണെത്തിയത്. അവിടെ കിഴക്കൻ ചുവരിൽ പ്രകൃതി ഒരു ഭീമാകാരമായ ആംഫി തിയേറ്റർ കൊത്തിയെടുത്തിരുന്നു. ഒരു സ്റ്റേഡിയത്തിന്റെ പകുതി മുറിച്ചുവെച്ചതുപോലെ ആയിരക്കണക്കിനടി ഉയരത്തിൽ പരന്നുകിടക്കുന്ന ഒരു കാഴ്ച. അതിന്റെ ഭിത്തികളിൽ വലുതും ചെറുതുമായ നിരവധി അറകളും ഗുഹകളും. അവിടെ നിന്നാണ് യാത്രയുടെ അടുത്ത ഘട്ടത്തിലെ പ്രധാന വെല്ലുവിളിയെ അവർ ആദ്യമായി കാണുന്നത്. താഴെ ഒന്നിനു പുറകെ ഒന്നായി 3 വെള്ളച്ചാട്ടങ്ങൾ. ആദ്യത്തേതിൽ വെള്ളം ഒരു ഇടുങ്ങിയ ചാനലിലൂടെ ഞെരുങ്ങി വലതുവശത്തെ പാറക്കെട്ടിലേക്ക് ഇരച്ചുകയറി 10 വാര ദൂരത്തിനുള്ളിൽ 15 അടി താഴേക്ക് പതിക്കുന്നു. രണ്ടാമത്തേത് നുരങ്ങി പതയുന്ന വെള്ളത്തിലൂടെ തലയുയർത്തി നിൽക്കുന്ന ഒരു കൂട്ടം പാറകൾക്ക് മുകളിലൂടെയുള്ള ഒരു വിശാലമായ പതനമായിരുന്നു. മൂന്നാമത്തേത് ഒരു വെള്ളച്ചാട്ടമെന്നതിലുപരി പാറക്കഷ്ണങ്ങൾക്കിടയിലൂടെ 20 അടിയിലധികം താഴേക്ക് പതിക്കുന്ന കുത്തനെയുള്ളൊരു റാപ്പിഡായിരുന്നു. അവർ ആ 3 എണ്ണത്തിനും ചേർത്ത് ഒരു പേരിട്ടു: ട്രിപ്ലെറ്റ് ഫോൾസ്, മുക്കൂട്ടുവെള്ളച്ചാട്ടം. അന്ന് ഉച്ചതിരിഞ്ഞ് ഡണ്ണും ഹൗലൻഡും മലയിറങ്ങി തിരിച്ചെത്തിയ ശേഷം അവർ 3/4 മൈലോളം ശാന്തമായ വെള്ളത്തിലൂടെ യാത്ര ചെയ്ത് മറ്റൊരു വെള്ളച്ചാട്ടത്തിന്റെ തലപ്പൊക്കത്തെത്തി. അത് പരിശോധിച്ചപ്പോൾ അവർ ഞെട്ടിപ്പോയി. ഏതാനും അടി മാത്രം താഴേക്ക് പതിക്കുന്ന ഒരു ചെറിയ തുടക്കം, എന്നാൽ അതിനുശേഷം 100 കണക്കിന് ഭീമാകാരമായ പാറകൾ നിറഞ്ഞ ഒരു ചാനലിലൂടെ നദി 100 അടി താഴ്ചയിലേക്ക് പതിക്കുന്ന 1/2 മൈൽ ദൂരത്തോളം വെളുത്ത നുരഞ്ഞു പതയുന്ന ജലം. അവരുടെ ചെവികളിലേക്ക് ഒരു ഇരമ്പലടിച്ചു കയറി. മുമ്പത്തേക്കാൾ ഉച്ചത്തിലുള്ള ഭയാനകമായൊന്ന്. ആ കാഴ്ച അവരെ ഭയപ്പെടുത്തി. അവർ അതിനു പേരിട്ടു ഹെൽസ് ഹാഫ് മൈൽ, നരകത്തിന്റെ 1/2 മൈൽ. അന്നത്തെ യാത്ര അവിടെ അവസാനിച്ചു. മുന്നിൽ തങ്ങളുടെ ധൈര്യത്തെയും കഴിവിനെയും പൂർണ്ണമായി പരീക്ഷിക്കാൻ പോകുന്ന ആ നരകത്തിന്റെ 1/2 മൈൽ ദൂരം. അതിനെ എങ്ങനെ മറികടക്കുമെന്ന ചിന്തയിൽ അവർ ആ രാത്രി ഉറങ്ങാതെ കഴിച്ചുകൂട്ടി. നരകത്തിന്റെ 1/2 മൈൽ എന്ന പേര് അന്വർത്ഥമാക്കുന്നതായിരുന്നു അടുത്ത ദിവസത്തെ അനുഭവങ്ങൾ. ജൂൺ 16-ന്റെ പ്രഭാതം പൊട്ടിവിടർന്നത് തന്നെ ആ ഭീകരമായ ഇരമ്പൽ കേട്ടുകൊണ്ടായിരുന്നു.
അവരുടെ ആദ്യത്തെ ജോലി സാധനങ്ങളെല്ലാം ചുമന്ന് ആ അരമൈൽ ദൂരത്തിനപ്പുറം എത്തിക്കുക എന്നതായിരുന്നു. ഓരോ ചുമടും വഴുക്കുന്ന പാറപ്പുറത്ത് വെച്ച് നുരഞ്ഞു പതയുന്ന നദിയിലേക്ക് വീഴാതെ അവർ അത് പൂർത്തിയാക്കി. ഇനി ബോട്ടുകൾ താഴെയിറക്കണം. 2 ബോട്ടുകൾ വലിയ ബുദ്ധിമുട്ടുകളോടെയാണെങ്കിലും അവർ സുരക്ഷിതമായി താഴെയിറക്കി. പാറകളിൽ തട്ടാതെ, ചുഴികളിൽ പെടാതെ, കയറുകളിൽ നിയന്ത്രിച്ച് അതിനെ താഴെയെത്തിക്കാൻ അവർ ഏറെ പണിപ്പെട്ടു. എന്നാൽ അവസാനത്തെ ബോട്ടായ മെയ്ഡ് ഓഫ് ദ കാനിയൻ താഴെയിറക്കുമ്പോഴാണ് ആ ദുരന്തം സംഭവിച്ചത്. ഒരു കയറ് ബോട്ടിന്റെ മുൻഭാഗത്തും മറ്റൊന്ന് പിൻഭാഗത്തും കെട്ടിയായിരുന്നു അവർ അതിനെ നിയന്ത്രിച്ചിരുന്നത്. എന്നാൽ പെട്ടെന്നുണ്ടായ ഒരു ശക്തമായ തിരമാലയിൽ ബോട്ട് ഒന്നുലഞ്ഞു. അതിന്റെ മുൻഭാഗം ഒഴുക്കിനഭിമുഖമായി തിരിഞ്ഞു. നിയന്ത്രണം നഷ്ടപ്പെട്ടു. കരയിൽ നിന്നവർ കയറിൽ ആഞ്ഞുപിടിച്ചു വലിച്ചെങ്കിലും കുതിച്ചൊഴുകുന്ന നദിയുടെ ശക്തിക്ക് മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാനായില്ല. അവരുടെ കൈകൾ കയറിൽ ഉരഞ്ഞു പൊള്ളി. ഒടുവിൽ ആ പിടിവിട്ടു. കയറിൽ നിന്ന് സ്വതന്ത്രമായ ബോട്ട് ഒരസ്ത്രം കണക്കെ താഴേക്ക് കുതിച്ചു. മെയ്ഡ് ഓഫ് ദ കാനിയൻ നഷ്ടപ്പെട്ടു. ആരോ അലറി വിളിച്ചു. അങ്ങനെ തോന്നിയെങ്കിലും കുറച്ചു ദൂരം ഒഴുകിപ്പോയ ബോട്ട് ഭാഗ്യവശാൽ ഒരു ചുഴിയിൽപ്പെട്ട് കറങ്ങാൻ തുടങ്ങി. മറ്റുള്ളവർ ഉടൻ തന്നെ ചെറിയ ബോട്ടിൽ കയറി അതിനെ പിന്തുടരുകയും ഏറെ പണിപ്പെട്ട് അതിനെ പിടിച്ചെടുത്ത് കരയ്ക്കടുപ്പിക്കുകയും ചെയ്തു. ഒരു ബോട്ട് കൂടി നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ യാത്ര അവിടെ അവസാനിക്കുമായിരുന്നു. അന്നു വൈകുന്നേരം അവർ മറ്റൊരു ചെറിയ അരുവിയുടെ അരികിൽ ക്യാമ്പ് ചെയ്തു. ആ അരുവി പർവ്വതങ്ങളിൽ നിന്ന് താഴേക്ക് ആഴമുള്ള ഒരു സൈഡ് കാനിയനിലൂടെയാണ് ഒഴുകിയെത്തിയിരുന്നത്. സൈഡ് കാനിയൻ എന്നാൽ പ്രധാന കാനിയനിലേക്ക് വന്നുചേരുന്ന ചെറിയ പാർശ്വങ്ങളിലുള്ള ഗിരിഗന്ധരങ്ങൾ. അത്തരം നൂറുകണക്കിന് സൈഡ് കാനിയനുകൾ ചേർന്നാണ് ഗ്രാൻഡ് കാനിയൻ എന്ന മഹാഗിരിഗന്ധരം രൂപപ്പെടുന്നത്. ആ സൈഡ് കാനിയൻ പര്യവേക്ഷണം ചെയ്യാൻ പവൽ തീരുമാനിച്ചു. കുറച്ചു ദൂരം നടന്നപ്പോൾ ഒരു ഉയർന്ന പാറ അദ്ദേഹത്തിന്റെ വഴി മുടക്കി. അതിനു മുകളിലൂടെ അരുവി ഒരു മിനുസമുള്ള ഷീറ്റ് പോലെ ഒഴുകി പരക്കുന്നുണ്ടായിരുന്നു. മുന്നോട്ടു പോകാൻ വഴിയില്ലാതായപ്പോൾ അദ്ദേഹം ഇടതുവശത്തുള്ള പാറക്കെട്ടിലൂടെ മുകളിലേക്ക് കയറാൻ തുടങ്ങി. 1000 അടി മുകളിലെത്തിയപ്പോൾ ആ സൈഡ് കാനിയൻ 2ആയി പിരിയുന്നത് അദ്ദേഹം കണ്ടു. വലതുവശത്ത് ഡസനോളം ചെറിയ വെള്ളച്ചാട്ടങ്ങൾ തിളങ്ങുന്നു. പൈൻ മരങ്ങളും ദേവദാരുക്കളും പാറകളിൽ പറ്റിപ്പിടിച്ചു വളരുന്നു. താഴെ ചുവപ്പും തവിട്ടും നിറമുള്ള പാറകൾ നിഴലിൽ മുങ്ങിക്കിടക്കുമ്പോൾ മുകളിൽ മഞ്ഞയും ഓറഞ്ചും നിറമുള്ള പാറകൾ വെയിലിൽ തിളങ്ങുന്നു. പ്രകാശവും നിഴലും ചേർന്ന ആ കാഴ്ച കാനിയന്റെ ആഴം വർദ്ധിപ്പിക്കുന്നതായി അദ്ദേഹത്തിന് തോന്നി. ആ കാഴ്ചയിൽ ലയിച്ച് പാറപ്പുറത്ത് കുറച്ചുനേരം അദ്ദേഹം ഇരുന്നു. വെള്ളച്ചാട്ടങ്ങളുടെ സംഗീതം കേട്ട് ആ ഗിരിഗന്ധരത്തിന്റെ നിശബ്ദമായ സൗന്ദര്യം ആസ്വദിച്ചു. അദ്ദേഹം ആ അരുവിക്കൊരു പേര് നൽകി, റിപ്ലിംഗ് ബ്രൂക്ക്, ഓളങ്ങൾ തീർക്കുന്ന അരുവി. ക്യാമ്പിലേക്ക് മടങ്ങിയെത്തിയ ശേഷം അവർ വീണ്ടും യാത്ര തുടർന്നു. വൈകുന്നേരത്തോടെ ഇടതൂർന്ന പച്ചപ്പുള്ള മറ്റൊരു സൈഡ് കാനിയണിന്റെ അരികിലെത്തി. അവിടെ ദേവദാരുമരങ്ങളും ബോക്സ് എൽഡർ മരങ്ങളും വളർന്നു നിൽക്കുന്ന ഒരിടത്ത് അവർ ക്യാമ്പ് ചെയ്തു. പവൽ ആ സൈഡ് കാനിയൻ നടന്നു കാണാൻ പോയ സമയത്ത് അപ്രതീക്ഷിതമായി ഒരു ചുഴലിക്കാറ്റ് വീശി. ക്യാമ്പ് ഫയറിൽ നിന്നുള്ള തീപ്പൊരികൾ അടുത്തുള്ള ഉണങ്ങിയ വില്ലോ മരങ്ങളിലേക്കും ദേവദാരു ചില്ലകളിലേക്കും പടർന്നുപിടിച്ചു. നിമിഷനേരം കൊണ്ട് അവിടെയാകെ തീ ആളിക്കത്തി. ബോട്ടുകളുടെ അടുത്തേക്ക് തീ പടരുന്നത് കണ്ട് സംഘാംഗങ്ങൾ പരിഭ്രാന്തരായി. കയ്യിൽ കിട്ടിയ സാധനങ്ങളുമായി അവർ ബോട്ടുകളിലേക്ക് ഓടിക്കയറി. പലരുടെയും വസ്ത്രങ്ങളിലും മുടിയിലും തീ പിടിച്ചു. ബ്രാഡ്ലിയുടെ ചെവികൾ പൊള്ളി. പാചകക്കാരൻ പാത്രങ്ങളെല്ലാം വാരിയെടുത്ത് ബോട്ടിലേക്ക് ചാടുന്നതിനിടയിൽ കാൽവഴുതി വീണു. പാത്രങ്ങളെല്ലാം നദിയിൽ ഒഴുകിപ്പോയി. അവരുടെ പ്ലേറ്റുകൾ, സ്പൂണുകൾ, കത്തികൾ, ഫോർക്കുകൾ എല്ലാം നഷ്ടപ്പെട്ടു. ബോട്ടുകളിൽ കയറിയവർക്ക് അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. കാരണം കരയിൽ നിന്നും അവരുടെ ബോട്ടുകളിലേക്ക് ചാഞ്ഞുനിന്ന വില്ലോ മരങ്ങൾ കത്തുകയായിരുന്നു. തീജ്വാലകൾ അവരെ പൊള്ളിക്കാൻ തുടങ്ങി. അവർക്ക് ബോട്ടുകൾ അഴിച്ചുമാറ്റി ഒഴുക്കിലേക്ക് പ്രവേശിക്കുകയല്ലാതെ മറ്റു മാർഗമില്ലായിരുന്നു. എന്നാൽ തൊട്ടുതാഴെ പാറകൾ നിറഞ്ഞ മറ്റൊരു റാപ്പിഡായിരുന്നു. വഴി പരിശോധിക്കാനോ സിഗ്നൽ നൽകാനോ സമയമില്ല. ജീവൻ രക്ഷിക്കാൻ അവർ ആ കുത്തൊഴുക്കിലേക്ക് എടുത്തു ചാടി. അപ്പോഴാണ് ആ സൈഡ് കാനിയനിൽ നിന്ന് പവൽ തിരിച്ചെത്തുന്നത്. തന്റെ സംഘാംഗങ്ങൾ പരിഭ്രാന്തരായി ബോട്ടുകളിൽ കയറി റാപ്പിഡിലേക്ക് കുതിക്കുന്നത് കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു. തീപിടുത്തത്തെക്കുറിച്ചറിയാത്തതുകൊണ്ട് അവരുടെ ആ പ്രവൃത്തി അദ്ദേഹത്തിന് വിചിത്രമായി തോന്നി. അദ്ദേഹം പാറകളിലൂടെ താഴേക്കോടി അവർ കരക്കെടുത്തപ്പോൾ അടുത്തേക്ക് ചെന്നു. കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം എല്ലാവരും ചേർന്ന് പഴയ ക്യാമ്പിലേക്ക് തിരിച്ചുപോയി എന്തെങ്കിലും രക്ഷിക്കാനാവുമോ എന്ന് നോക്കി.
കത്തിക്കരിഞ്ഞ വസ്ത്രങ്ങളുടെയും കിടക്കുകളുടെയും ഇടയിൽ നിന്ന് കുറച്ച് ടിൻ കപ്പുകളും പാത്രങ്ങളും ഒരു കെറ്റിലും അവർക്ക് കിട്ടി. അതായിരുന്നു അവരുടെ ആകെയുള്ള സമ്പാദ്യം. എങ്കിലും ജീവൻ തിരിച്ചുകിട്ടിയ ആശ്വാസത്തിൽ അവർക്ക് അതൊരു വലിയ നഷ്ടമായി തോന്നിയില്ല. അങ്ങനെ ദുരന്തങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും മറ്റൊരധ്യായം കൂടി പിന്നിട്ട് ജൂൺ 17 അവർ യാംബ നദിയുടെ സംഗമസ്ഥാനത്തെത്തി. ലോഡോർ കാനിയനിലെ യാത്ര അവസാനിക്കുകയായിരുന്നു. ആ ദിവസങ്ങളെക്കുറിച്ച് പവൽ ഇങ്ങനെ എഴുതി: ഇതൊരു ദുരന്തങ്ങളുടെയും കഠിനാധ്വാനത്തിന്റെയും അധ്യായമായിരുന്നു. എന്നിരുന്നാലും ലോഡോർ കാനിയൻ വാക്കുകൾക്കതീതമായ ദൃശ്യഭംഗി നിറഞ്ഞതായിരുന്നു. അതിന്റെ വെള്ളത്തിന്റെ ഇരമ്പൽ ഞങ്ങൾ പ്രവേശിച്ച നിമിഷം മുതൽ ഇവിടെ എത്തുന്നതുവരെ നിർത്താതെ കേൾക്കാമായിരുന്നു. ഒരു നിമിഷം പോലും ശാന്തമായിരുന്നില്ല. എന്നാൽ അതിന്റെ ചുവരുകളും പാറക്കെട്ടുകളും കൊടുമുടികളും ആംഫി തിയേറ്ററുകളും ഗുഹകളും സൗന്ദര്യത്തിന്റെയും ഗാംഭീര്യത്തിന്റെയും ഒരു കഥ പറയുന്നുണ്ട്. അത് ഞാൻ ഇപ്പോഴും കേൾക്കുന്നു, ഇനിയും കേൾക്കും. ലോഡോർ കാനിയൻ അവർക്ക് നൽകിയത് കഷ്ടപ്പാടുകൾ മാത്രമല്ല, അതിജീവനത്തിന്റെ പുതിയ പാഠങ്ങൾ കൂടിയായിരുന്നു. ഓരോ ദുരന്തത്തെയും അതിജീവിച്ചപ്പോൾ അവർ കൂടുതൽ കരുത്തരാവുകയായിരുന്നു. യാംബ നദിയുടെ സംഗമസ്ഥാനത്തെത്തിയതോടെ ലോഡോർ കാനിയന്റെ ഭീകരത അവസാനിക്കുകയും പ്രകൃതിയുടെ മറ്റൊരു വിസ്മയത്തിലേക്ക് അവർ പ്രവേശിക്കുകയുമായിരുന്നു. കിഴക്കുനിന്ന് വന്ന യാംബ ഗ്രീൻ നദിയുമായി ചേർന്നപ്പോൾ നദിയുടെ വലുപ്പം ഇരട്ടിയായി. ആ സംഗമസ്ഥാനത്ത് നദി ഒരു ഭീമാകാരമായ പാറക്കെട്ടിനെ ചുറ്റിയൊഴുകി ഒരു ഉപദ്വീപ് പോലെ അതിനെ വേർതിരിച്ചു. ആ പാറയുടെ കിഴക്കുവശത്ത് പ്രകൃതി ഒരു ചെറിയ പാർക്കൊരുക്കിയിരുന്നു. ഒരു ഫാം ഹൗസ് പണിയാൻ പാകത്തിലുള്ള ഒരിടം. ചാരനിറത്തിലുള്ള മണൽക്കല്ലുകൾ കോട്ട പോലെ അതിനതിരിട്ടു. അവിടെ ആ പാറക്കെട്ടുകൾക്കിടയിൽ ഒരു മാന്ത്രിക വിദ്യ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ശബ്ദത്തിന്റെ പ്രതിധ്വനികൾ. അവർ ഉച്ചത്തിൽ സംസാരിക്കുമ്പോൾ അവരുടെ വാക്കുകൾ മറുകരയിലെ പാറക്കെട്ടിൽ തട്ടി മൃദുവായി സംഗീതം പോലെ തിരിച്ചുവന്നു. ഒന്നല്ല, രണ്ടല്ല, 10-12 തവണ ആ പ്രതിധ്വനികൾ ആവർത്തിക്കുന്നത് കേട്ട് അവർ അത്ഭുതപ്പെട്ടു. ആ ശബ്ദവിസ്മയത്തിൽ നിന്ന് പവൽ ആ സ്ഥലത്തിന് ഒരു പേര് നൽകി: എക്കോ പാർക്ക് എന്നും പ്രതിധ്വനിയുടെ ഉദ്യാനം. ആ ഉപദ്വീപ് കണക്കിയുള്ള പാറയ്ക്ക് എക്കോ റോക്ക് എന്നും പേരിട്ടു. അടുത്ത കുറച്ചു ദിവസങ്ങൾ അവർ അവിടെ തങ്ങി. അക്ഷാംശവും രേഖാംശവും നിർണയിക്കാനുള്ള നിരീക്ഷണങ്ങൾ നടത്തി. എന്നാൽ പവലിന്റെ ശാസ്ത്രജ്ഞന്റെ മനസ്സ് അടങ്ങിയിരുന്നില്ല. എക്കോ റോക്കിന്റെ മുകളിൽ കയറി അവിടെ നിന്നുള്ള കാഴ്ച കാണാനും ബാരോമീറ്റർ ഉപയോഗിച്ച് അതിന്റെ ഉയരമളക്കാനും അദ്ദേഹം തീരുമാനിച്ചു. ജൂൺ 18 പവലും ബ്രാഡ്ലിയും ചെറിയ ബോട്ടിൽ കയറി ആ പാറയുടെ മുകളിലേക്ക് കയറാൻ സാധിക്കുന്ന ഒരു സ്ഥലം തേടി യാത്രയായി. കയറ്റം ദുഷ്കരമായിരുന്നു. പാറയിടിച്ചിലിൽ രൂപപ്പെട്ട ചരിവുകളിലൂടെയും പാറകളിലെ വിള്ളലുകളിലൂടെയും അവർ മുകളിലേക്ക് കയറി. ഏകദേശം 600-800 അടി ഉയരത്തിലെത്തിയപ്പോൾ അവരുടെ മുന്നിൽ വഴിമുടക്കിക്കൊണ്ട് ഒരു അത്വിസ്നേയ പാറ പ്രത്യക്ഷപ്പെട്ടു. ചുറ്റും നോക്കിയപ്പോൾ കയറാൻ സാധ്യമെന്ന് തോന്നുന്ന ഒരു ചെറിയ വിടവ് പവൽ കണ്ടെത്തി. ബ്രാഡ്ലിയുടെ കയ്യിൽ നിന്ന് ബാരോമീറ്റർ വാങ്ങി അദ്ദേഹം മുന്നിൽ കയറാൻ തുടങ്ങി. ഓരോ ചുവടും ശ്രദ്ധിച്ചുവെച്ച് പാറയിലെ ചെറിയ തരികളിൽ കാൽവെച്ചും വിള്ളലുകളിൽ വിരലുകൾ കോർത്തും അവർ മുകളിലേക്ക് നീങ്ങി. അപ്പോഴാണ് പവൽ ആ കെണിയിൽപ്പെട്ടത്. ഒരു ഇടുങ്ങിയ വിടവിൽ കാൽവെച്ച് തലയ്ക്ക് മുകളിലുള്ള ഒരു പാറയിൽ പിടിച്ചു കയറിയ അദ്ദേഹം അടുത്ത ചുവട് വയ്ക്കാനൊരിടമില്ലാതെ നിന്നുപോയി. പിന്നോട്ടിറങ്ങാനും സാധിക്കുന്നില്ല. താഴെ അഗാധമായ ഗർത്തം. അദ്ദേഹത്തിന്റെ പേശികൾ വിറയ്ക്കാൻ തുടങ്ങി. ഒരു നിമിഷം പിടിവിട്ടാൽ മരണം ഉറപ്പാണ്. ബ്രാഡ്ലി, എനിക്കൊരു വടി വേണം, അദ്ദേഹം അലറി. ബ്രാഡ്ലിക്ക് പവലിന്റെ അടുത്തേക്കെത്താൻ കഴിഞ്ഞില്ല. ഒരു വടിയോ മരക്കുമ്പോ അന്വേഷിച്ച് അയാൾ ചുറ്റും നോക്കി. ഒന്നും കണ്ടെത്താനായില്ല. ബാരോമീറ്ററിന്റെ പെട്ടിവെച്ച് സഹായിക്കാമെന്ന് അയാൾ പറഞ്ഞെങ്കിലും അതിൽ പിടിച്ചാൽ തനിക്ക് ബാലൻസ് കിട്ടില്ലെന്ന് പവലിന് ഉറപ്പായിരുന്നു. നിമിഷങ്ങൾ കടന്നുപോയി. പവലിന്റെ പിടി അഴഞ്ഞു തുടങ്ങി. അപ്പോഴാണ് ബ്രാഡ്ലിക്ക് ആ വിചിത്രമായ ആശയം തോന്നിയത്. ഒരു നിമിഷം പോലും ചിന്തിക്കാതെ അയാൾ തന്റെ അടിവസ്ത്രം ഊരിയെടുത്ത് ഒരു കയറുപോലെ പവലിന് നേരെ താഴേക്കിട്ടുകൊടുത്തു. മരണത്തിന്റെ വക്കിൽ നിന്ന പവലിന് അതൊരു ലൈഫ് ലൈനായിരുന്നു. പാറയിലെ പിടിവിട്ട് ആ തുണിയിൽ മുടുകെ പിടിച്ച് ബ്രാഡ്ലിയുടെ സഹായത്തോടെ അദ്ദേഹം സുരക്ഷിതമായി മുകളിലെത്തി. ആശ്വാസത്തിന്റെയും അതിലുപരി സൗഹൃദത്തിന്റെയും ഒരു നിമിഷമായിരുന്നു അത്. പാറയുടെ മുകളിലെത്തിയ ശേഷം അവർ തങ്ങളുടെ ശാസ്ത്രീയ നിരീക്ഷണങ്ങൾ പൂർത്തിയാക്കി. തിരിച്ചിറങ്ങാൻ വളരെ എളുപ്പമുള്ള ഒരു വഴി അവർ കണ്ടെത്തി. അടുത്ത ദിവസം അവർ യാംബ നദിയിലൂടെ കുറച്ചു ദൂരം മുകളിലേക്ക് യാത്ര ചെയ്തു. അതിന്റെ ഗിരികന്ദ്രങ്ങൾ ഗ്രീൻ നദിയിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. കൂടുതൽ വളവുകളും തിരിവുകളും നിറഞ്ഞ ഒന്ന്. ജൂൺ 20 പവൽ വീണ്ടും മലകയറ്റത്തിനു പോയി. ഇത്തവണ തനിച്ചായിരുന്നു. എക്കോ പാർക്കിന്റെ വടക്കുഭാഗത്തുള്ള ഏകദേശം 3000 അടി ഉയരമുള്ള ഒരു കൊടുമുടിയിലേക്ക്. അതിന് അദ്ദേഹം മൗണ്ട് ഡേവസ് എന്ന് പേരിട്ടു. അവിടെ നിന്നുള്ള കാഴ്ച അവർണ്ണനീയമായിരുന്നു. 100 മൈലുകൾക്കപ്പുറം വിൻ റിവർ പർവ്വതനിരകളും
വടക്കുപടിഞ്ഞാറ് വാസാച്ച് പർവ്വതനിരകളും കിഴക്ക് റോക്കി പർവ്വതനിരകളുടെ പടിഞ്ഞാറൻ ചരിവുകളും അദ്ദേഹം കണ്ടു. താൻ എത്ര വലിയൊരു ലോകത്തിലാണ് എത്തിപ്പെട്ടിരിക്കുന്നതെന്ന് ആ നിമിഷം അദ്ദേഹം പൂർണ്ണമായി തിരിച്ചറിഞ്ഞു. ആ മലയിറക്കത്തിൽ ലോഡോർ കാനിയന്റെ മുകളിലുള്ള ഒരു മലനിരയിൽ മനുഷ്യനിർമ്മിതമെന്ന് തോന്നുന്ന ഒരു കൽക്കൂമ്പാരം പവൽ കണ്ടെത്തി. നൂറ്റാണ്ടുകൾക്കു മുൻപ് ആ വഴി കടന്നുപോയ ഏതെങ്കിലും സ്പാനിഷ് പുരോഹിതനോ സഞ്ചാരിയോ നിർമ്മിച്ചതാവാമത്. ആ പ്രദേശത്തിലൂടെ യാത്ര ചെയ്ത ഫാദർ എസ്കലണ്ടയുടെ ഓർമ്മയ്ക്കായി അദ്ദേഹം ആ പർവ്വതനിരകൾക്ക് ഒരു പേര് നൽകി, സിയറ എസ്കലണ്ടെ. സിയറ എന്നാൽ സ്പാനിഷ് ഭാഷയിൽ പർവ്വതനിര എന്നാണ് അർത്ഥം. എക്കോ പാർക്കിലെ അവരുടെ ദിനങ്ങൾ അവസാനിക്കുകയായിരുന്നു. ജൂൺ 21 അവർ വീണ്ടും യാത്ര തുടർന്നു. എക്കോ റോക്കിനെ ചുറ്റി അവർ അടുത്ത കാനിയനിലേക്ക് പ്രവേശിച്ചു. ആ ശാന്തതയ്ക്ക് അധികമായുസുണ്ടായിരുന്നില്ല. നദി വീണ്ടും അതിന്റെ യഥാർത്ഥ സ്വഭാവം കാണിച്ചു തുടങ്ങി. ഇടുങ്ങിയ ചാനലിൽ വെള്ളം അതിവേഗത്തിലൊഴുകി ചുഴികൾ സൃഷ്ടിച്ചു. പ്രൊജക്റ്റിംഗ് പാറകളും ചെറിയ വളവുകളും ചേർന്ന് വെള്ളം ഒരു നൃത്തം ചെയ്യുന്നതുപോലെ തോന്നിച്ചു. ബോട്ടുകൾ നിയന്ത്രണമില്ലാതെ വട്ടം കറങ്ങാൻ തുടങ്ങി. എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവർക്കൊരു നിശ്ചയവുമില്ലായിരുന്നു. ആദ്യം അതവരെ ഭയപ്പെടുത്തിയെങ്കിലും അപകടമൊന്നുമില്ലെന്ന് മനസ്സിലായപ്പോൾ അവർ ആ നൃത്തത്തിൽ പങ്കുചേർന്നു. എന്നാൽ ആ ആഘോഷം പെട്ടെന്നൊരു ഇരമ്പലിൽ അവസാനിച്ചു. മുന്നിൽ മറ്റൊരു കാറ്ററാക്ട്, അതായത് വലിയ വെള്ളച്ചാട്ടം. അതിന്റെ ശബ്ദം കേട്ട് അവർ തങ്ങളുടെ സർവ്വശക്തിയും എടുത്തു തുഴഞ്ഞ് ആ ചുഴികളിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരു പാറക്കെട്ടിനരികിലേക്ക് ബോട്ടടുപ്പിച്ചു. താഴെ വീണ്ടും അജ്ഞാതമായ അപകടങ്ങൾ അവരെ കാത്തിരുന്നു. അവർ ആ കാനിയന് പേരിട്ടു വേൾപൂൾ കാനിയൻ, ചുഴികളുടെ ഗിരികന്ധരം. ചുഴികളുടെ ഗിരികന്ധരത്തിൽ വെച്ച് അവർക്ക് വീണ്ടും പോർട്ടേജ് ചെയ്യേണ്ടി വന്നു. ആ കഠിനമായ അധ്വാനത്തിനു ശേഷം ഒരു ഉച്ചനേരത്ത് അവർ വിശ്രമിക്കാനായി ഒരിടം കണ്ടെത്തി. ആ ഇടവേളയിൽ പവൽ അടുത്തുള്ള ഒരു കുന്നിൻ മുകളിലേക്ക് കയറി. അവിടെ നിന്നുള്ള കാഴ്ച അത്ഭുതകരമായിരുന്നു. അടുത്ത 2-3 മൈൽ ദൂരം നദിക്കു വലിയ അപകടങ്ങളൊന്നുമില്ലെന്ന് അദ്ദേഹത്തിനു മനസ്സിലായി. നമുക്ക് വേഗത്തിൽ പോകാം, ക്യാമ്പിൽ തിരിച്ചെത്തിയ അദ്ദേഹം പറഞ്ഞു. അതൊരു ആവേശകരമായ തീരുമാനമായിരുന്നു. ഉച്ചഭക്ഷണത്തിനു ശേഷം പവലിന്റെ ചെറിയ ബോട്ട് മുന്നിൽ കുതിച്ചു. വലിയ ബോട്ടുകൾ 15 മിനിറ്റിനു ശേഷം പിന്തുടരാനും കരയ്ക്കടുക്കാനുള്ള സിഗ്നലിനായി കാത്തിരിക്കാനും അവർ തീരുമാനിച്ചു. നദിയുടെ ഒഴുക്ക് അതിശക്തമായിരുന്നു. ബോട്ടിന്റെ ദിശ നിയന്ത്രിക്കാൻ മാത്രം അവർ തുഴഞ്ഞു. പാറകളെയും ചെറിയ ദ്വീപുകളെയും വെട്ടിച്ച് തിരമാലകൾക്ക് മുകളിലൂടെ കുതിച്ചുചാടി. അതൊരു വന്യ സവാരിയായിരുന്നു. വിശാലമായ പുൽമേടുകളിലൂടെ ഒരു നല്ല കുതിരയെ ഓടിക്കുന്നതുപോലെ ആവേശഭരിതമായൊരനുഭവം. 4-5 മൈലുകൾ പിന്നിട്ടപ്പോൾ അവർ വലതുവശത്തേക്ക് തിരിഞ്ഞ് മരങ്ങൾ നിറഞ്ഞ മനോഹരമായ ഒരു പാർക്കിലെത്തി. ഒരു ദ്വീപിൽ അവർ തങ്ങളുടെ ബോട്ട് അടുപ്പിച്ചു. സൂര്യാസ്തമയത്തിന് 1-2 മണിക്കൂർ മുൻപ് പവൽ മറുകരയിലേക്ക് തുഴഞ്ഞ് ആ പാർക്കിന്റെ കാഴ്ച മുഴുവൻ കാണാൻ കഴിയുന്ന ഒരു പാറപ്പുറത്തേക്ക് കയറി. കിഴക്ക് ഉയർന്ന ഒരു പർവ്വതനിര അതിനതിരിട്ടു. വടക്കും പടിഞ്ഞാറും തെക്കും കുന്നുകളുടെ ഒരു അർദ്ധവൃത്തം കാണാമായിരുന്നു. ആ പാർക്കിലൂടെ മരങ്ങൾ നിറഞ്ഞ നിരവധി ദ്വീപുകളാൽ വിഭജിക്കപ്പെട്ട് നദി ശാന്തമായി ഒഴുകി. പവൽ ആ സ്ഥലത്തിനു പേരിട്ടു ഐലൻഡ് പാർക്ക്, ദ്വീപുകളുടെ ഉദ്യാനം. അതോടെ അതിനു മുകളിലുള്ള കാനിയന്റെ പേര് വിൾപൂൾ കാനിയൻ എന്ന് അദ്ദേഹം ഉറപ്പിച്ചു. അടുത്ത ദിവസം ജൂൺ 23 അവർ അവിടെ തങ്ങി. ബോട്ടുകൾക്ക് ചെറിയ കേടുപാടുകൾ സംഭവിച്ചിരുന്നു. അവ നന്നാക്കുന്നതിനിടയിൽ 2 പേർ ബാരോമീറ്ററുമായി വിൾപൂൾ കാനിയന്റെ ചുവരുകളുടെ ഉയരമളക്കാൻ പോയി, മറ്റൊരാൾ വേട്ടയാടാനും. പവലും ബ്രാഡ്ലിയും പാറകൾക്കിടയിൽ കാണപ്പെട്ട ഒരു ജിയോളജിക് ഫോൾഡ്, അതായത് ഭൂമിയുടെ സമ്മർദ്ദം കൊണ്ട് പാറയുടെ പാളികൾ മടങ്ങിയുണ്ടാകുന്ന ഒരു പ്രതിഭാസം, പഠിക്കാനും ഫോസിലുകൾ ശേഖരിക്കാനുമായി സമയം ചിലവഴിച്ചു. വൈകുന്നേരത്തോടെ വേട്ടക്കാരൻ ഒരു നല്ല മാനിനെയും കൊണ്ട് തിരിച്ചെത്തി. ആ സന്തോഷത്തിൽ അവർ ആ മലയ്ക്ക് അയാളുടെ പേര് നൽകി, മൗണ്ട് ഹോക്കിൻസ് എന്ന്. രാത്രിയാകുന്നതിനു മുൻപ് അവർ തങ്ങളുടെ ക്യാമ്പ് ഐലൻഡ് പാർക്കിന്റെ താഴത്തെ അറ്റത്തേക്ക് മാറ്റി. ജൂൺ 24 പവലും ബ്രാഡ്ലിയും കിഴക്കുള്ള പർവ്വതനിരയുടെ മുകളിലേക്ക് കയറാൻ തുടങ്ങി. 3000 അടി ഉയരമുള്ള ആ കയറ്റം ശ്രമകരമായിരുന്നു. എന്നാൽ മുകളിലെത്തിയപ്പോൾ അവർ കണ്ട കാഴ്ച എല്ലാ ക്ഷീണവും മായ്ക്കുന്നതായിരുന്നു. യുയിൻറ്റ പർവ്വതനിരകളിൽ നിന്ന് തെക്കോട്ട് ഒരു നീണ്ട മലഞ്ചരിവിറങ്ങി വരുന്നു. നദി അതിലൂടെയാണ് ഒഴുകുന്നത്. ലോഡോർ വേൾപൂൾ കാനിയനുകളിലൂടെ വന്നപ്പോൾ അവർ യുയിൻറ്റ പർവ്വതനിരകളുടെ തെക്കേ ചരിവാണ് മുറിച്ചുകടന്നത്. എന്നാൽ ഇവിടെ ഐലൻഡ് പാർക്കിന്റെ താഴെ നദിയ മലഞ്ചരിവിനെ 2ആയി പിളർക്കുന്നതിനു പകരം വലത്തേക്ക് ഒരു വലിയ വളവെടുത്ത് വടക്കുപടിഞ്ഞാറൻ ദിശയിലേക്കൊഴുകുന്നു. ആ മലയുടെ മുകളിൽ നിന്നുകൊണ്ട്
പവൽ തന്റെ കൺമുന്നിൽ വിടർന്ന ആ ഭൂപ്രകൃതിയെ മനസ്സിൽ വരച്ചിട്ടു. ഇവിടെ നിന്നുകൊണ്ട് 3000 അടി താഴെ തിരമാലകളാൽ അസ്വസ്ഥവും നുരയാൽ വെളുത്തതുമായ വെള്ളം ഞങ്ങൾ കാണുന്നു. ചുവരുകളിൽ കൊടുമുടികളും പാറകളും താഴികക്കുടങ്ങളും തൂങ്ങി നിൽക്കുന്നു. വലത്തേക്ക് തിരിഞ്ഞാൽ താഴെ പാർക്ക്, അതിന്റെ ദ്വീപസമൂഹങ്ങൾ ശാന്തമായ വെള്ളത്തിൽ പ്രതിഫലിക്കുന്നു. സമൃദ്ധമായ പുൽമേടുകൾ ഇരുവശത്തും അകലെയുള്ള പർവ്വതങ്ങളിൽ നിന്ന് ഇറങ്ങിവരുന്ന ഒരു ചരിഞ്ഞ സമതലത്തിന്റെ അറ്റം വരെ നീണ്ടുകിടക്കുന്നു. ഈ സമതലങ്ങൾ ഏതാണ്ട് നഗ്നമായ പാറകളാണ്. പുൽമേടുകളിൽ നിന്ന് വിചിത്രമായൊരു വൈരുദ്ധ്യം. അവിടെ നിന്നുകൊണ്ട് അവർ താഴെ തങ്ങൾ പോകാനിരിക്കുന്ന അടുത്ത ഗിരിഗന്ധരത്തെ കണ്ടു. ഐലൻഡ് പാർക്കിന് ശേഷം നദി വീണ്ടും തെക്കുകിഴക്കോട്ടു തിരിഞ്ഞ് മറ്റൊരു പർവ്വതത്തിന്റെ മധ്യഭാഗത്തേക്ക് തുളച്ചു കയറുന്നു, അതിനെ രണ്ടായി പിളർന്നുകൊണ്ട്. ആ കാഴ്ചയിൽ നിന്ന് പവല പുതിയ ഗിരിഗന്ധരത്തിന് ഒരു പേരു നൽകി: സ്പ്ലിറ്റ് മൗണ്ടൻ കാനിയൻ, പിളർന്ന പർവ്വതത്തിന്റെ ഗിരിഗന്ധരം. ജൂൺ 25 പ്രഭാതത്തിൽ അവർ സ്പ്ലിറ്റ് മൗണ്ടൻ കാനിയനിലേക്ക് പ്രവേശിച്ചു. വിശാലവും തിളക്കമുള്ളതും സ്വാഗതാർഹവുമായ ഒരു കവാടമായിരുന്നു അതിന്. 2-3 റാപ്പിഡുകൾ അവർ എളുപ്പത്തിൽ കടന്നുപോയി. എന്നാൽ പിന്നീട് വന്ന 6-8 റാപ്പിഡുകൾ അപകടകരമായിരുന്നു. ബോട്ടുകൾ കയറുകെട്ടി താഴെയിറക്കാൻ അവർ നിർബന്ധിതരായി. ആ ദിവസം മുഴുവൻ അതവരെടുത്തു. രാത്രി ഒരു വലിയ ഗുഹയുടെ മുഖത്ത് അവർ ക്യാമ്പ് ചെയ്തു. റാപ്പിഡുകളിലൊന്ന് അവസാനിക്കുന്നത് ആ ഗുഹയുടെ അടുത്തായിരുന്നു. തിരമാലകൾ ഗുഹയുടെ ഉള്ളിലേക്ക് അടിച്ചു കയറുന്നുണ്ടായിരുന്നു. ഗുഹയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ ദൂരെ നദിയുടെ ഇരുകരകളിലുമായി കാവൽ നിൽക്കുന്നതുപോലെ പാറക്കെട്ടുകൾ കാണാമായിരുന്നു. അതിനും പിന്നിലായി മൗണ്ട് ഹോക്കിൻസിന്റെ കൊടുമുടിയും. അടുത്ത ദിവസം ജൂൺ 26 ഉച്ചതിരിഞ്ഞ് അവർ തുടർച്ചയായ 3 വെള്ളച്ചാട്ടങ്ങൾ കണ്ടെത്തി. സാധനങ്ങൾ കരയിലൂടെ ചുമന്ന് അവർ ബോട്ടുകളെ വെള്ളച്ചാട്ടങ്ങൾക്ക് മുകളിലൂടെ താഴേക്ക് ചാടിച്ചു. താഴെ ചുഴികളിൽ വെച്ച് കയറുകൾ ഉപയോഗിച്ച് അവയെ പിടിച്ചെടുത്തു. 3 മണിയോടെ അവർ വീണ്ടും ബോട്ടുകളിൽ കയറി. അതിവേഗത്തിൽ ഒഴുകുന്ന നദി അവരെ മുന്നോട്ടു കൊണ്ടുപോയി. ഇടയ്ക്കിടെ തുഴഞ്ഞ് പാറകളെ വെട്ടിച്ചുമാറ്റി അവർ കുതിച്ചു. ഒരു വളവിൽ നദി ഇടത്തുനിന്ന് വലത്തേക്ക് കുത്തനെ തിരിഞ്ഞ് ഒരു ഇടുങ്ങിയ ചാനലിലൂടെ കുതിച്ച് വലതുവശത്തെ ഭിത്തിയിൽ ചെന്നിടിച്ചു. അവിടെ വെള്ളം കൂറ്റൻ തിരമാലകളായി പിന്നോട്ടു മറിഞ്ഞു വീഴുന്നുണ്ടായിരുന്നു. ആ അപകടം കാണുന്നതിനു മുൻപേ അവർ ആ ചാനലിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരുന്നു. നിർത്താൻ കഴിഞ്ഞില്ല. വലതുവശത്തേക്ക് 2-3 തവണ ആഞ്ഞു തുഴഞ്ഞ് അവർ ഒരു നിമിഷം നിന്നു. പാറയിൽ ചെന്നിടിക്കുമെന്ന് ഉറപ്പായ നിമിഷം. എന്നാൽ അവരുടെ ബോട്ടിന്റെ മുൻഭാഗം ഒരു വലിയ തിരമാലയിൽ ഉയർന്നു പൊങ്ങി. പിന്നോട്ടു വന്ന തിരമാല അവരെ പിന്നോട്ടു തള്ളി. അപകടമൊഴിവായി. ആ നിമിഷം അവർ പിന്നാലെ വരുന്ന ബോട്ടുകൾക്ക് കരയ്ക്കടുക്കാൻ സിഗ്നൽ നൽകി. അവരെ കരയിൽ നിർത്തി ആദ്യത്തെ ബോട്ട് കയറിൽ പിടിച്ച് ആളുകൾ കരയിലൂടെ നടന്ന് ആ അപകടകരമായ വളവ് കടത്തിവിട്ടു. അങ്ങനെ ആ ദിവസത്തെ സാഹസങ്ങൾക്കൊടുവിൽ അവർ മനോഹരമായ ഒരു താഴ്വരയിലേക്ക് പ്രവേശിച്ചു. 10 മൈലോളം ആ താഴ്വരയിലൂടെ സഞ്ചരിച്ച് ഒരു കൂറ്റൻ കോട്ടൺവുഡ് മരത്തിന് താഴെ അവർ ക്യാമ്പ് ചെയ്തു. അത് പലപ്പോഴും ഇന്ത്യക്കാർ തങ്ങാറുള്ള ഒരിടമാണെന്ന് അവർക്ക് മനസ്സിലായി. കൂടാരങ്ങൾ ഉറപ്പിക്കാനുള്ള കമ്പുകളും കെട്ടുപോയ ക്യാമ്പ് ഫയറുകളുടെ ചാരവും അവിടെയുണ്ടായിരുന്നു. അവരുടെ യാത്രയുടെ മറ്റൊരു ഘട്ടം അവസാനിക്കുകയായിരുന്നു. സ്പ്ലിറ്റ് മൗണ്ടൻ കാനിയനും പിന്നിട്ട് അവർ വീണ്ടും ഒരു തുറന്ന താഴ്വരയിലേക്ക് എത്തിയിരിക്കുന്നു. എന്നാൽ ഈ ശാന്തത താൽക്കാലികമാണെന്ന് അവർക്കറിയാമായിരുന്നു. മുന്നോട്ട് ഇനിയും പേരറിയാത്ത, ഭൂപടത്തിൽ രേഖപ്പെടുത്താത്ത ഗിരിഗന്ധരങ്ങൾ അവരെ കാത്തിരുന്നു.